ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, നമ്മൾ എങ്ങനെയാണോ ആപ പ്രവിശന്തി യദ്വത്, സമുദ്രം നദികളെ വെളിക്കാതെ എപ്രകാരം അവയെല്ലാം സമുദ്രത്തിലേക്ക് വന്നു ചേരുന്നുവോ, സ്വയമേവ സമുദ്രത്തിൽ പ്രവേശിക്കുന്നുവോ, അതുപോലെ എന്തുകൊണ്ടവ സ്വയം സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നും പറഞ്ഞു. കാരണം ഈ ജലമെല്ലാം ഉയർന്നു പൊന്തിയത് സമുദ്രത്തിൽ നിന്ന് തന്നെയാണ്. അതാണ് ആ ഉമ്മയുടെ ഏറ്റവും വലിയ സ്വാരസ്യം. എന്താണ് അവയെല്ലാം സമുദ്രത്തിലേക്ക് വരാൻ കാരണം? സമുദ്രവുമായി ജലത്തിനുള്ള ആകർഷണീയതയ്ക്ക് എന്താണ് ഇത്രയേറെ കാരണമായി ഭവിക്കുന്നത്? അതിന് കാരണം ഒന്നേ ഉള്ളൂ, സമുദ്രത്തിൽ നിന്നാണ് ആ ജലം പൊന്തിയത്. അപ്പൊ എപ്രകാരമാണോ സമുദ്രത്തിലെ ജലം തന്നെ സമുദ്രത്തിൽ നിന്ന് ഉയർന്ന് വീണ്ടും നദിയായി പല മാർഗങ്ങളിലൂടെ സമുദ്രത്തിലേക്ക് വരാൻ ഇടയാകുന്നു, എല്ലാ കാമവും നമ്മിൽ നിന്നുണ്ടായതാണ്. ഏത് കാമം നമ്മിൽ ആവിർഭവിക്കുവാൻ ഇടയാകുന്നുവോ അതിലൊരെണ്ണം പോലും പുറത്തുനിന്നൊന്നുമല്ല. നമ്മുടെ ചുറ്റും കളിയാടുന്ന കാമതത്വങ്ങളായ ലോകങ്ങളെ നോക്കിയാൽ നമ്മിൽ നിന്ന് ഉണ്ടായത് മാത്രമേ നമ്മിലെത്തുന്നുള്ളൂ, എല്ലാം എത്തുന്നില്ല. ഇതാണ് അതിൻ്റെ ആ ഉപമയുടെ സ്വാരസ്യം. അത് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ സംഭവവും മനസ്സിലാവൂ. എപ്പോഴൊരു കാമം പ്രതിഹതമാവുകയോ ക്രോധമായി പരിണമിക്കുകയോ ചെയ്യുമ്പോൾ അത് ആരിൽ ഉളവാകുമ്പോഴും അവനിലുണ്ടായി അവനിൽ നിലനിന്ന് അവനിൽ തന്നെ എരിഞ്ഞടങ്ങുകയാണ്. അത് നമുക്ക് കോപതാപാദികളൊന്നും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല. നമ്മിലുണ്ടാകുന്നത് നമ്മിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അത് മറ്റേയാൾ അറിയണമെന്ന് പോലുമില്ല. നമ്മൾ നൽകുന്ന കാമതത്വമായ വ്യാഖ്യാനങ്ങളൊന്നും അയാൾ അറിയണമെന്നില്ല. ലോകത്തിൽ ആരെക്കുറിച്ച് ആരെല്ലാം എപ്പോഴെല്ലാം സംഭാഷണം ചെയ്യുന്നുവോ ആ സംഭാഷണങ്ങളിലെല്ലാം ഹരിയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അച്ഛനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച് എന്ന് വേണ്ട ഈ ലോകത്തിലെ ഏതു വ്യക്തിയെക്കുറിച്ച് എവിടെ ഇരുന്ന് ആരെല്ലാം സംഭാഷണം ചെയ്യുമ്പോഴും സംഭാഷണത്തിലെ പദതല്ലജങ്ങൾക്ക് പിന്നിലിരിക്കുന്ന വ്യക്തി പറയുന്നവരുടെയും ആ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെയും കാമനകളുടെ സ്വരൂപമല്ലാതെ മറ്റേയാളാകുന്നില്ല. ഇത് തിരിച്ചറിയുമ്പോഴാണ് ശാന്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഓടി വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ് നിങ്ങളായിരുന്നു ചർച്ച ചെയ്യുക, അതിനകത്ത് ദേഷ്യം വരണ്ട, സന്തോഷവും വരണ്ട. ദേഷ്യം എന്ന പോലെ തന്നെ പ്രധാനമാണ് സന്തോഷം. നിങ്ങളെ പ്രശംസിച്ചായിരുന്നു പറഞ്ഞത്, അതിൽ സന്തോഷിക്കാനൊന്നുമില്ല. കാരണം വെച്ചാൽ അവരുടെ കാമനയുടെ ലോകങ്ങളിൽ ഒരാളെ പ്രതിഷ്ഠിച്ച് നല്ലതുപോലെ കുളിപ്പിച്ച് നല്ലതുപോലെ പൗഡർ ഇടിച്ച് നല്ലതുപോലെ അതിൽ മാലയൊക്കെ ചാർത്തി പറഞ്ഞതാണ്.
അത് അവരുടെ മനസ്സ് അത്രയും നന്നായിട്ടുണ്ട്. നമുക്കതുകൊണ്ട് ഒരു കാര്യമില്ല. ലോകത്ത് ഏത് വിഗ്രഹം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ഈശ്വര വിഗ്രഹം തന്നെയാണ്. ചില ആളുകൾക്ക് അത് കുളിപ്പിക്കുക, അതിന് പൗഡർ ഇടിക്കുക, അതിൻ്റെ പാദത്തിൽ പൂജ ചെയ്യുക, ഇതൊക്കെ ചിലരുടെ ജന്മസ്വഭാവമാണ്. അവരുടെ മനസ്സ് അത്രയും ഉന്നതമായ ഒരു സാത്വിക ലോകങ്ങളിലാണ്. അതിന്റെ പ്രയോജനം അവർക്കല്ലാതെ നമുക്ക് കിട്ടില്ല. കിട്ടുമെന്നുള്ളത് നമ്മുടെ വ്യാമോഹം മാത്രമാണ്. കൊച്ചുകുട്ടികളെ കുളിപ്പിക്കുന്നത് വളരെ താല്പര്യമുള്ള അമ്മമാരുണ്ട്. അത് നോക്കിയാൽ അറിയാം. പ്രസവിച്ച ഒരമ്മ ചിലപ്പോൾ കുഞ്ഞിനെ എടുത്താൽ കരയുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് വെറുതെ വന്ന ഒരു സ്ത്രീ കൊണ്ടുപോവാം. അവരുടെ കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ കുഞ്ഞ് കരച്ചിൽ നടത്തുന്നു. മാതൃത്വം എല്ലാവർക്കും ഉള്ളതല്ല, പ്രസവിച്ചത് കൊണ്ടും ഉണ്ടാകുന്നതല്ല. ടെസ്റ്റ് പ്രസവിക്കുന്ന കാലമാണ്. അതിന് മാതൃത്വം ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ ഇതുപോലെ ഓരോ മനുഷ്യ മനസ്സിനൊരു തലമുണ്ട്. അപ്പൊ ചിലർ ജന്മന എന്തിനേയും നന്നാക്കുന്ന പ്രകൃതമുള്ളവരാണ്. അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരെന്തുമായിക്കൊള്ളട്ടെ അതിനെ നന്നാക്കും. അതിന്റെ പ്രയോജനം അവർക്ക് മാത്രമാണ്, നമുക്ക് കിട്ടില്ല. അവർ തേച്ചു എനിക്ക് സന്തോഷിച്ച് അവരുടെ മനസ്സെപ്പോഴും ആ സന്തോഷത്തിന്റെ ലോകത്തിലിരിക്കും. ചിലരെന്ത് കിട്ടിയാലും അത് ചുരണ്ടുന്നവരാണ്. എൻ്റെ പെയിന്റൊക്കെ ഒന്ന് ചുരണ്ടിക്കളഞ്ഞാലേ അവർക്കൊരു ഒരുമാതിരി നന്നായിട്ട് വല്ല വീടുകളിലും ചെന്നാൽ അവിടെ കസേരയിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് പതുക്കെ അതിൻ്റെ ആ ഇരിക്കുന്ന സീറ്റ് പതുക്കെ ഒന്ന് നഖവിട്ട് പൊളിച്ച് പതുക്കെ ആ സ്പോഞ്ചൊക്കെ ഒന്ന് ഓരോ കഷ്ണം വീതം പുറത്തൊക്കെ ഇട്ട് അറിയാത്ത മട്ടിൽ എഴുന്നേറ്റ് പോകുന്നവരുണ്ട്. ട്രെയിനിൽ കയറിയാലും അതെ, ബസ്സിൽ കയറിയാലും അതെ. കയ്യിൽ വല്ലതുകൊണ്ട് അതുകൊണ്ടൊക്കെ ആ നന്ന വൃത്തിയായിരിക്കുന്നിടത്തൊക്കെ ഒന്ന് വരച്ചു വെക്കണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇത് അവരുടെ മനസ്സിന്റെ പ്രകടനമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ആ വസ്തുവിന് പ്രത്യേകിച്ച് ഒരു സുഖവും കിട്ടാനില്ല. ഇതാദ്യം നമ്മൾ പഠിക്കും. ഇത് മുഴുവൻ നമ്മിലുണ്ടായി, നമ്മിൽ വളർന്ന്, നമ്മിൽ അവസാനിക്കുന്ന, പുറത്തുള്ളതല്ല. പുറത്തുനിന്നും യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ആ ഉപമ. ആ ഉപമയ്ക്ക് ഒരുപാട് വിസ്തൃതിയുണ്ട്. ഇതും ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണ്, ഇങ്ങനെയും ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ മേഘമായി, ആവിയായി, മേഘമായി, മഞ്ഞായി, സ്രോതസ്സായി, അവസാനം നദിയിൽ തന്നെ വന്നിരിക്കുന്നു. നമ്മളെങ്ങനെ നമ്മിൽ കിടക്കുന്ന കാമം ഏതെല്ലാം തരത്തിൽ മസിൽ പിടിച്ചു മറച്ചു വെച്ചാലും നാളെ വരും എന്നുകൂടി ഇത് സൂചിതമാണ്. ഇത് പല വഴികളിലൂടെ, ചിലത് ഗംഗയായി, ചിലത് അളകനന്ദയായി, മന്ദം കുടിലം ഗച്ഛതി മന്ദാകിനി, അങ്ങനെ മന്ദാകിനിയായി ഒക്കെയായി ഒഴുകി ഇവിടെ എത്തുന്നത്. അത് ഓരോ സമയത്തും അതിന്റെ ഭാവങ്ങളെല്ലാം ഇതിൽ നിന്ന് പോയതാണ്. ഒട്ടേറെ കാമങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് എങ്ങനെ തടഞ്ഞാലും, ഏതെല്ലാം ദ്വാരങ്ങളിലൂടെ പോയാലും, എങ്ങനെ നീരാവിയായാലും, എങ്ങനെ മഞ്ഞായാലും, എങ്ങനെ ഏതെല്ലാം തരത്തിൽ അത് ഒഴുകിയാലും, എവിടെയൊക്കെ ചിറകെട്ടിയാലും അത് കറങ്ങി തിരിഞ്ഞിവിടെ എത്തും. ഇത് കാമം ആവിർഭവിച്ചിട്ടുണ്ടോ അത് നമ്മിലെത്താതിരിക്കില്ല. ഈ ഒരു സത്യവും ആ ഉപമ കൊണ്ട് പ്രസ്പഷ്ടമാണ്. അതുകൊണ്ട് അറിവ് കൊണ്ട് കാമം പോകുന്നത് വരെ ആധുനിക പഠനങ്ങളെല്ലാം സംസ്കാരം എന്ന് പറയുന്നതിനെ വളർത്താനൊരുങ്ങുമ്പോൾ അനേകവിധ കാമങ്ങളെ നിയന്ത്രിക്കാനാണ് പഠിപ്പിക്കുന്നത്. ശാസ്ത്രം പറയുന്നത് എങ്ങനെയൊക്കെ നിയന്ത്രിച്ചാലും ഒട്ടേറെ നിയന്ത്രിക്കും തോറും ഒട്ടേറെ അപകടങ്ങൾ, ഇതിൻ്റെ ആ നദിക്ക് സമുദ്രത്തിലേക്ക് എത്താനുള്ള ആ വെമ്പലിൽ തീരത്തുള്ള വൃക്ഷങ്ങൾ മുഴുവൻ അടിച്ചു പറിക്കുന്നത്.
മനസ്സിലായില്ല. ആറ്റുവഞ്ചികളും മറ്റും ചാഞ്ഞ് നദിയിലേക്കെത്തും. മാത്രമല്ല കൃഷിയിടങ്ങളും ജീവനുമെല്ലാം ഇത്ത കലക്കി മറിച്ചു വരും. തടദ്രു പിഴുതാനും സ്വയം കലങ്ങാനും ഇടയാകുന്നതാണ് കാമമെന്ന സൂചനയും ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട്. അതൊക്കെ വിസ്തൃതമായി കാണും. കാളിദാസൻ ഒരിടത്ത് പറയുന്നുണ്ട് ശകുന്തളയോട്, പരാകളത്രമാണെന്ന് സംശയിക്കുന്ന നിന്നെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക? നദി തടദ്രു പിഴുതാനും സ്വയം കലങ്ങാനും ഇടയുള്ളതാണ്. കാരണം അത് കലങ്ങി മറിഞ്ഞു വരുമ്പോ തീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളെ ഒക്കെ അത് മറിക്കും. അങ്ങനെയാണ് കാമത്തിന്റെ പ്രത്യേകത. ചെറിയൊരു കാമം മതി, അത് ഒതുക്കാൻ ശ്രമിച്ചാൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ പൊട്ടും. ഇതറിയാം, ഈ മഴക്കാലത്തൊക്കെ വരുമ്പോ അകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി പഴയ കാലത്ത് പാടങ്ങളിലൊക്കെ ചിറ കെട്ടും. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. പാടം എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പാടങ്ങളുടെ നാടാണ് എറണാകുളമെങ്കിലും ഇവിടെ ഇപ്പം ആകെപ്പാടെ അതിലൊക്കെ സിമെന്റ് കൊണ്ടുള്ള കെട്ടിടങ്ങളുടെ കൃഷിയേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സിലാവുമെന്ന് അറിയില്ല. എങ്കിലും ശ്രദ്ധിച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെ ചിറ കെട്ടി വയ്ക്കും. ചിറ പൊട്ടും. ചിലപ്പോൾ രാത്രിയിലായിരിക്കും വിളിച്ചു പോകുന്നത്. കാരണം 1000 ഏക്കർ പാടശേഖരവും മറ്റുമായിരിക്കും വെള്ളത്തിലായി പോകുന്നത്. അപ്പോഴാണ് വലിയ കമ്പും കോലും ഒക്കെ എടുത്ത് പണിക്കാർ, മുതലാളിയൊന്നും വിളിച്ചു പറയണ്ട, അതിന് മുമ്പ് തന്നെ പണിക്കാർ കമ്പുമായിട്ട് വെള്ളത്തിലേക്ക് ചാടുകയാണ്. അറ്റം കുറിപ്പിച്ച കമ്പുമായി വെള്ളത്തിലേക്ക് ചാടി നിൽക്കുകയാണ്. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കച്ചിയൊക്കെ അകത്തിട്ട് കൊടുത്ത് പിന്നെ ചെളിയൊക്കെ ഇട്ട് കൊടുത്ത് ഉറപ്പിക്കാം. അതിനിടയിൽ ചിലപ്പോൾ 1-2 പേർ അടിയിൽ പോയിട്ടുണ്ടാവും. അവൻ്റെ മുകളിൽ ഈ ചെളിയൊക്കെ ഇട്ടങ്ങ് ഉറപ്പിക്കുകയുള്ളൂ. ഉറപ്പിച്ച് വീട്ടിലെത്തുമ്പോൾ എണ്ണി നോക്കുമ്പോഴാണ് ചിലപ്പം 4-5 ഒന്നും കാണാതിരിക്കുന്നത്. അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പിച്ചൊക്കെ കഷ്ടിച്ച് ഈ പാടശേഖരം പിടിച്ചു നിർത്തി വരുമ്പം ഇവിടുത്തെ ബലം കൂടിയ ഭിത്തിയാവുമ്പോൾ അപ്പുറത്തതിൻ്റെ ബലം അല്പം എന്ന് കുറഞ്ഞാൽ ഇവിടുത്തെ സമ്മർദ്ദം അവിടെ അടിക്കുമ്പോൾ അവിടം പൊട്ടിയാകുക. നേരത്തെ ഇവിടുത്തത് ആദ്യം കയറി മുഴുവൻ നശിച്ചു. നശിച്ചിടത്ത് ബാക്കി കുറച്ച് കിട്ടുമെന്നറിയാനാണ് ഇത് കെട്ടിയത്. ഇത് കെട്ടിയത് കാരണം ഇത് കെട്ടുന്നതിന് മുമ്പ് കുറച്ച് ബലം ഉണ്ടായിരുന്നു അപ്പുറം പൊട്ടി. അത് മിക്കവാറും എല്ലാവരുടെയും കൃഷി. ഇങ്ങനെയാണ് ഇത് ഗതികേടാറ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാമം. കാമത്തെ തടയാൻ എവിടെ ശ്രമിക്കുമ്പോഴും പൊട്ടും. അറിവ് എന്നൊന്നുകൊണ്ടല്ലാതെ ഒരു കാമവും പോവില്ല. സംസ്കാരം, പാരമ്പര്യം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് മസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അകാരണമായ മറ്റൊരിടത്ത് തപ്തകാമങ്ങൾ വിള്ളലുണ്ടാകും. അതും കൂടെ സൂചിതം. അതുകൊണ്ടാണ് അവിടെ ഈ സമുദ്രത്തിൽ നിന്ന് ആവിയായി, മേഘമായി, പർവ്വതങ്ങളിൽ മഞ്ഞായി, സ്രോതസ്സായി, നദിയായി ഉദ്ഗമസ്ഥാനത്തേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞത്. ഇതും കൂടെ ഓർത്തോ. തദ്വത് കാമായം പ്രവിശന്തി സർവേ. എപ്രകാരം നദികൾ സ്വയം സമുദ്രത്തിൽ പ്രവേശിക്കുന്നുവോ അപ്രകാരം സ്ഥിതപ്രജ്ഞനിലും വിഷയങ്ങൾ സ്വയം ചെന്നു ചേരുന്നു. നീ സ്ഥിതപ്രജ്ഞന്റെ കാര്യം പറയുക. ഈ കാമമെല്ലാം സ്ഥിതപ്രജ്ഞനിലേക്ക് സ്വയം, സ്ഥിതപ്രജ്ഞൻ വിളിക്കുന്നില്ല കാമത്തെ, പൂർണ്ണതൃപ്തനാണ്, അയാളിലേക്ക് വന്നു ചേരുകയാണ്. അതുകൊണ്ടത് പ്രാരബ്ധം എന്ന് പറയാം. വിളിച്ചു വരുത്തുന്നതിനെ പുരുഷാർത്ഥം എന്ന് പറയാം. ഇത് രണ്ടും പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞില്ല, എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട, നമുക്കൊന്നുകൂടെ കുഴപ്പമില്ല, നഷ്ടമൊന്നുമുള്ള കാര്യമല്ലല്ലോ. കാരണം ഒന്നുകൂടെ നിങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ പുതിയത് വല്ലതും കിട്ടിയെങ്കിൽ അത്രേ ആയിക്കോട്ടെ എന്ന് സമാനിക്കാം. അത്രേ നിവൃത്തിയുള്ളൂ. കിട്ടിയില്ല എന്ന് ചിലർ പറയുന്നു, കിട്ടിയെന്ന് ചിലർ പറയുന്നു. അപ്പോൾ പ്രാരബ്ധം മാത്രമേ സ്ഥിതപ്രജ്ഞനുള്ളൂ. പ്രകർഷേണ ആരംഭിച്ചു.
പുരുഷാർത്ഥമില്ല. അയാൾ ഒരു കാര്യത്തിനും വേണ്ടി പ്രയത്നിക്കുന്നില്ല. ഒന്നും നേടുന്നതിന് വേണ്ടി അയാൾ പുറകെ ഓടുന്നില്ല. അത്രയൊരു അവസ്ഥയാണ്. ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രയത്നിക്കേണ്ടൂ എന്നും കൂടെ ഓർക്കണം. ആത്മാവിന് വേണ്ടി പ്രയത്നിക്കണ്ട. പ്രയത്നിച്ച് നേടുന്നതൊന്നും ആത്മാവല്ല. ആത്മസ്വരൂപത്തിനു വേണ്ടി ഒരാൾ പോലും പ്രയത്നിക്കണ്ട. അപ്പോ സ്വാമികൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന അനുഷ്ഠാനങ്ങളും മറ്റു കാര്യങ്ങളും എന്നുള്ളൊരു പദമോ എന്നൊരു ചോദ്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ടതാണ്. അല്ല, നിങ്ങളൊന്നും ചോദിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ മിക്കവാറും പലയിടത്തായിട്ട് പലതരത്തിൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എടുത്തു വരുമ്പോൾ ഒരേ ആളുകൾ തന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ അനുഷ്ഠാനം വേണമെന്ന് പറയുക, ഇവിടെ വരുമ്പോഴത്തേക്ക് ഒന്നും പ്രയത്നിക്കേണ്ടെന്ന് പറയുക. ആ അനുഷ്ഠാനം ഒന്നും ആത്മാവിന് വേണ്ടിയല്ല. ഇപ്പോൾ നമ്മളുടെ സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങളെ, ഇപ്പോൾ ഉളവായിരിക്കുന്ന വാസനാജാലങ്ങളെ കളയാൻ മാത്രം. സ്വരൂപം അന്നും ഇന്നും എന്നും ഒന്നു തന്നെയാണ്. നിത്യമുക്തനും നിത്യബുദ്ധനും നിത്യതൃപ്തനുമാണ് ആത്മാവ്. അതിന്മേലല്ല എന്ന അജ്ഞാനം ശ്രവണമനനാദികളാൽ ഉറച്ചിരിക്കുന്നു. അത് പോണം. അതിനാണ് അനുഷ്ഠാനം. ഇത് പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കണം. അല്ലാതെ അയാൾ ആത്മാവിന് വേണ്ടി ക്ലേശിക്കുന്നു, ഇയാൾ ലൗകികത്തിന് വേണ്ടി ക്ലേശിക്കുന്നു, അങ്ങനെ രണ്ടില്ല. ഈ ലോകത്തിലെ സമസ്ത കർമ്മങ്ങളും ജനിച്ചു കഴിഞ്ഞുളവായ വാസനയിലൂടെ അങ്ങോട്ടുള്ള യാത്ര തന്നെയാണ്. അതും തർക്കമില്ല. പടവുകളുടെ വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ ആരംഭിച്ചതൊക്കെ മുമ്പിൽ വരുമ്പോൾ അറിഞ്ഞുകൊണ്ട് സമചിത്തതയോടെ ആ കർമ്മം ചെയ്യുന്നവൻ അതിൽ നിന്ന് കർമ്മങ്ങൾ പൊട്ടിവിടരാതെ രക്ഷപ്പെടുന്നു. പുരുഷാർത്ഥ നിയന്ത്രണം സാധിക്കുന്നു. പ്രാരബ്ധം നിയന്ത്രിക്കാനാവില്ല. ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റൂ. ഞാനിനി ഇതിനൊന്നിനും വേണ്ടി പ്രയത്നിക്കാൻ ഒരുക്കമല്ല. ഉള്ളതിൽ നിന്നെല്ലാം നിവൃത്തനാകാൻ പറ്റുന്നതൊക്കെ ചെയ്യും. ഇതാണ് രണ്ടും തമ്മിലുള്ള അന്തരം. പൂർവവാസനകൾക്കനുസരിച്ച് കർമ്മങ്ങൾ നേരത്തെ രജസ് രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ചെന്ന് വീഴും. അത് സുഖത്തോടെ ചെന്ന് വീഴുക, തൃപ്തിയോടെ ചെന്ന് വീഴുക. നേരത്തെ 50കളിലെ ജീവിതകാലമുണ്ടായിരുന്ന ഒരുവൻ 50കളിൽ വെച്ച് മരിച്ചു. അന്ന് അവൻ വളരെ ആഗ്രഹിക്കുന്ന ചില സാധനങ്ങളുണ്ട് അവന്റെ കോശങ്ങളിൽ. അന്ന് അവന് അത് കൊടുക്കാൻ പറ്റാതെ മരിച്ചുപോയ ഒരു വീട്ടുകാരുണ്ട്. ഉദാഹരണത്തിനായി പറയുമ്പോൾ അവരുടെ കോശങ്ങളിലും ഇതിന്റെ സ്മരണ കിടപ്പുണ്ട്. മുജ്ജന്മത്തിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ഇതായിരുന്നു എന്ന് മുജ്ജന്മത്തിലെ അറിവുണ്ട്. ഇജ്ജന്മത്തിൽ അയാളുടെ കൂടെ കുറെ സുഹൃത്തുക്കളും എത്തിയിട്ടുണ്ട്. മിസ്റ്റർ ശിവശങ്കരനോടൊപ്പം വത്സൻ ഈ ജന്മത്തിൽ ശിവശങ്കരൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുടെ ഒരു പട്ടികയൊക്കെ എടുത്ത് ശിവശങ്കരനെയും കൂട്ടി വത്സന്റെ ഒരു സഹോദരിയുടെ വീട്ടിലെത്തുകയാണ്. നേരെ അടുക്കളയിൽ ചെന്ന് പറഞ്ഞു, ശിവശങ്കരന് വളരെ ഇഷ്ടം കാപ്പിയാണ്.
അവർ ചായ എടുത്തുകൊണ്ടെന്ന് ശിവശങ്കരന് വെച്ച് തന്നിരിക്കും. കാരണം ശിവശങ്കരൻ വത്സനോടൊപ്പം നടക്കുമ്പോഴൊക്കെ കുടിക്കുന്നത് കാപ്പിയാണ്. മനസ്സിലായില്ല? അവരെടുത്തുകൊണ്ട് വെച്ച ചായ ശിവശങ്കരൻ കുടിച്ചുകൂടാ എന്ന് വത്സന നിർബന്ധമാണ്. അവർക്ക് ആ ചായ തന്നെ ശിവശങ്കരൻ കുടിക്കണം നിർബന്ധം. ശിവശങ്കരനും ആ ചായ കിട്ടിയാലേ തൃപ്തിയാവും. മനസ്സിലായില്ല? അതുവരെ കാപ്പി കുടിച്ചു വത്സന്റെ കൂടെ നടന്ന ശിവശങ്കരൻ ആ ചായ എടുത്ത് തൃപ്തിയോടെ കുടിക്കുമ്പോൾ ശിവശങ്കരൻ ഒരു ഫേക്കാണെന്നേ വത്സന് തോന്നുള്ളൂ. മനസ്സിലായില്ല? ഇയാൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യ കൊടുക്കുമ്പോൾ കാപ്പി വാങ്ങിച്ചു കുടിച്ചു. അയാളുടെ വീട്ടിൽ അയാളുടെ ഭാര്യ എടുത്തു കൊടുത്തപ്പം കാപ്പി കുടിച്ചു. അയാൾക്ക് കാപ്പിയാണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് നിഷേധിച്ചു. മനസ്സിലായില്ല? എവിടെയാണ് നിങ്ങൾക്ക് കൂട്ടുചേർന്ന് നടക്കാൻ പറ്റുക? ചോദ്യം മനസ്സിലായില്ല? എവിടെയാണ് നിങ്ങളുടെ ലൗകികമായ കൂട്ടുകെട്ടുകൾ സാർത്ഥകമാകുക? നിങ്ങൾ സുഹൃത്തുക്കളാണല്ലോ, അടിവെച്ചു പുറത്തിറങ്ങുന്നത്. ഉദാഹരണം മനസ്സിലായി നിങ്ങൾക്ക്? ഉദാഹരണത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലായി? നിങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. നിങ്ങൾ വളരെ തൃപ്തിയോടെ ചായ എടുത്ത് കഴിക്കുകയും നിങ്ങളുടെ ഭാഷയിലൂടെ വത്സൻ അറിയാത്തതും അറിയുന്നതുമായ ആയിരം ശാരീരിക ഭാഷയിലൂടെ നിങ്ങൾ ആശയവിനിമയം നടത്തുകയും ആ ചായയെക്കുറിച്ച് നിങ്ങൾ പ്രശംസിക്കുകയും, മനസ്സിലായില്ല, ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളിൽ തൃപ്തമാകുന്നത് നിങ്ങളുടെ പൂർവ ശരീരഗാമിയായിരിക്കുന്ന പ്രാരബ്ധമോ നിങ്ങൾ ഇന്ന് പ്രയത്നിച്ചോടി നടക്കുന്ന പുരുഷാർത്ഥമോ? പ്രാരബ്ധം. അത് വത്സനുമായി പങ്കുവച്ചിട്ടുള്ളതല്ല. ലോകത്തിലെ സമസ്ത വ്യക്തിക്കും ഇങ്ങനെ രണ്ട് ലോകങ്ങളുണ്ട്. വത്സൻ അവിടെ നിന്ന് ഇറങ്ങി ശിവശങ്കരനെ ആ വീട് മുതൽ തൻ്റെ വീട് വരെ തെറി വിളിച്ചാൽ തെറ്റൊന്നുമില്ല. റൈറ്റ്? കാരണം വത്സൻ അടുക്കള ചെന്ന് പറഞ്ഞതാണ് കാര്യമായിട്ട് ശിവശങ്കരന് നന്നായി വരട്ടെന്ന് ഓർത്ത്. അത് കേൾക്കാത്തതിൽ സഹോദരിയോടൊരു രോഷമുണ്ട്. അതിനുശേഷം ഇന്ന് വരെ വത്സൻ സഹോദരിയുടെ വീട്ടിൽ പോയിട്ടുമില്ല. അവളെ കണ്ടാൽ ഇഷ്ടമല്ല. കാരണം ഞാൻ വന്നു പറഞ്ഞിട്ട് നീ എന്നെ ചീത്തയാക്കാൻ അവന് ചായ തന്നെ കൊടുത്തു. നിനക്ക് എങ്ങനെ അറിയാം അവന് ചായ ഇഷ്ടമാണ്? ഒട്ടേറെ സങ്കീർണങ്ങളായ ലോകങ്ങൾ ഉണരാൻ പോകുന്നതാണ് മാനവ പ്രാരബ്ധത്തിന്റെ ലോകങ്ങൾ. മനസ്സിലായില്ല? ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അറിവല്ലാതെ എന്തുകൊണ്ടാണ് നമ്മളിത് തിരിച്ചറിയുന്നത്? ശാസ്ത്രശ്രവണവും അറിവും കൊണ്ടല്ലാതെ എങ്ങനെയാണ് മറ്റു വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ പ്രാരബ്ധ കേന്ദ്രങ്ങൾ അറിയുന്നത്? അതിനിഗൂഢവും അത്യന്തം ഏകാന്തവും ആയൊരു ലോകത്തുകൂടി. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും, ഒരാഹാരം, നീഹാരം എന്നുവേണ്ട എല്ലാം പൂർവനിശ്ചിതമായ നിങ്ങളുടെ തന്നെ ബോധത്തിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട ഒരു വഴിയിലൂടെ ചതുരമായി കടന്നു പോകുമ്പോൾ തൻ്റെ തന്നെ പൂർവജനെ തിരിച്ചറിയുവാനുള്ളത് മാത്രമാണ് ഈ ഭൂമി എന്ന് തിരിച്ചറിഞ്ഞ് ഓരോ നിമിഷവും തൻ്റെ തന്നെ പൂർവജനെ തിരിച്ചറിഞ്ഞ് തൃപ്തമായി പൂർണ്ണതയിൽ അതിൻ്റെ ശ്രാദ്ധ ആദി കർമ്മങ്ങൾ മുഴുവൻ വെച്ച് തൃപ്തനാക്കി വിടുമ്പോഴാണ്, മനസ്സിലായില്ല, അവിടെ ശിവശങ്കരനും അവരും തമ്മിലുള്ള ബന്ധത്തിന്റെ ശ്രാദ്ധത്തിന് ചായയും വെച്ച് അവർ കാത്തിരിക്കുകയായിരുന്നു. ഒരു ഉരുള ഉരുട്ടി പിണ്ടം വെക്കുന്ന പോലെ പണ്ടുള്ളൊരു ബന്ധം ഈ ചായയിലൂടെ അവർ തീർക്കുമ്പോൾ ബലിയിട്ട് അന്നത്തെ ശിവശങ്കരനെ ഇന്നത്തെ ശിവശങ്കരനിൽ കണ്ട് പൂർണ്ണമായി അതിന് ശ്രാദ്ധവും അടിയന്തരവും ഒക്കെ വെച്ച് അവർ തന്നിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ തൻ്റെ തന്നെ പൂർവജനെ ചായ കൊടുത്ത് തൃപ്തിപ്പെടുത്തി ആ ബന്ധത്തിന്റെ ലോകങ്ങൾ ആ ചായയോടെ തീർത്ത് കടന്നു പോകുമ്പോൾ ആയിരം ശ്രാദ്ധങ്ങളുടെ ലോകങ്ങളിലൂടെയാണ് മാനവൻ ശ്രദ്ധാപൂർവം കടന്നു പോകുന്നത്. ഇവിടെ പഠനങ്ങൾക്ക് എന്ത് പ്രസക്തി? ചോദ്യം മനസ്സിലായില്ല?
കുഴഞ്ഞെന്ന് തോന്നുന്നു. മനസ്സിലായില്ല? തൻ്റെ ഭർത്താവ്, തൻ്റെ ഭാര്യ, തൻ്റെ മകൾ, തൻ്റെ മകൻ, തൻ്റെ അച്ഛൻ, തൻ്റെ അമ്മ, ഇങ്ങനെ എത്രയെത്ര ലോകങ്ങളിലാണ് ബന്ധിക്കപ്പെടുന്നത്. അതിന് ലൗകികങ്ങളായ നീതികളും ശാസ്ത്രങ്ങളും ചമച്ച് എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെടുക? ഇത് മനസ്സിലായില്ല. ഉദാഹരണം ചിലപ്പോൾ ഒരു ഇവർക്ക് ശിവശങ്കരനെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് മനസ്സിലാകുകയും ശിവശങ്കരൻ ഉദാഹരണത്തിൽ കുടുങ്ങുകയും ചെയ്തു പോയാൽ അത് ആലോചിച്ചു. നമ്മൾ പോകുന്ന ഓരോ സ്ഥലത്തുമുണ്ട്. ഇന്ത്യയിലെങ്ങും കിട്ടാത്ത, അമേരിക്കയിൽ നിന്ന് സ്പെഷ്യലായിട്ട് മകളയച്ച വഴുതനങ്ങയും കറി വെച്ച് കാത്തിരിക്കുകയാണ്. കാത്ത് ഈ ജന്മത്തിലോ വഴുതനങ്ങ കണ്ടാൽ ഛർദിക്കുന്നതാണ്. ഭാര്യയും കൂട്ടിയാണ് അവിടെ ചെല്ലുന്നത്. അവിടെ നല്ലപോലെ വഴുതനങ്ങ കറിയൊക്കെ വെച്ചും കൊടുത്തപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടിരുന്ന് അവിടെ വെച്ച് പിണങ്ങും. പുറത്തിറങ്ങുമ്പോൾ അവിടെ തന്നപ്പോൾ ഞണ്ണാനൊരു വിഷമം ഉണ്ടായിരുന്നില്ല. ഈ ലോകനീതി എവിടെ പോകുന്നു? പ്രാരബ്ധങ്ങളുടെയും സഞ്ചിതങ്ങളുടെയും ആഗന്തുകങ്ങളുടെയും ലോകം അതീവ വിചിത്രമാണ്. അത് തിരിച്ചറിയാതെ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവില്ല. പ്രാരബ്ധത്തിനായി തന്റെ ശരീരത്തെ സമർപ്പിച്ച് സഞ്ചരിക്കുന്ന ഒരുവന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പറഞ്ഞ ഒന്നും ചെയ്യാനില്ല. അതനുഭവിക്കണം. അതുകൊണ്ട് അത് അനുഭവിക്കുന്നവൻ നല്ല സന്തോഷത്തിലാണ്. കാരണം അവന് തിരിച്ചറിയാം ഇത് അതല്ലേ പട്ടണത്തിൽ പിള്ളയാർ ഓരോ വീട്ടിലും ഇങ്ങനെ കൊടുത്തത് കൊടുങ്കോ. പണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർ. അത് നന്നാക്കാൻ കുറ്റിയേറ്റ് ഒരു അടി വെച്ച് കൊടുത്തു. ഇത് താൻ സൗഖ്യം. ഒന്ന് ചിരിച്ചു. കാരണം പണ്ട് ഞാൻ തന്നത് നീ ഇപ്പൊ തന്നു. അത് കിട്ടാനാ വന്നേ. അതല്ല ഞാൻ കൊടുത്തത് ഇങ്ങനെ തന്നാ മതി എന്ന് പറഞ്ഞാൽ ചോദിച്ചത്. കാരണം എല്ലാം തീർത്തിട്ട് വേണം ഇവിടുന്ന് പോവാൻ. ആ അടിയുടെ ഒരു സുഖം വല്ലാത്ത സുഖമായിരുന്നു. അത്ര ലോലമായി മനസ്സിനെ ഇടാൻ കഴിയുമ്പോഴാണ് ശാസ്ത്രം പഠിക്കുന്നത്. ഈ ശ്ലോകത്തിന് വളരെ വിസ്തൃതമായ യദ്വത്കാമായം പ്രവിശന്തി സർവേ. നല്ലപോലെ പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഈ ലോകത്ത് നിന്ന് സംഭവിക്കുന്ന ഒരു കാര്യം എന്റെ പ്രയത്നമില്ലെങ്കിൽ പ്രാരബ്ധമാണ്. വാ ഇരിക്കുക. ഞാൻ എന്റെ കാമം കൊണ്ട് ഈ ജന്മത്തിൽ പുരുഷാർത്ഥ രൂപേണ പ്രയത്നിച്ചോ ഇതിനു വേണ്ടി? അങ്ങനെ പ്രയത്നിച്ചു എങ്കിൽ ദുഃഖമാണ്. ദാരിദ്ര്യം എന്റെ പ്രാരബ്ധത്തിലാണെങ്കിൽ ഞാൻ പ്രയത്നിക്കേണ്ടത് വരും. പ്രയത്നിച്ചാലും വരും. പ്രയത്നിച്ചിട്ട് വന്നാൽ ദുഃഖം ഉണ്ടാവും. മനസ്സിലായില്ല? സമ്പത്ത് എനിക്ക് പ്രാരബ്ധത്തിലുള്ളതാണെങ്കിൽ ഞാൻ പ്രയത്നിക്കാതെ വരും. പ്രയത്നിച്ചതുകൊണ്ട് വരണമെന്നില്ല. പക്ഷെ ഇത് കയ്യിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം പ്രാരബ്ധമാണ് തട്ടിക്കളയുന്നതെങ്കിൽ പുരുഷാർത്ഥം അതിലുണ്ട്. അങ്ങനൊരു പുരുഷാർത്ഥം കൊണ്ടാണ് തട്ടിക്കളയുന്നതെങ്കിൽ ശാസ്ത്രത്തിൽ നിന്ന് അത്യന്തം ദൂരെ പോയി വീഴും. അതിതിന്റെ കൂടെ ഓർക്കണം. അതും ഈ പ്രവിശന്തി എന്ന പദത്തിലുണ്ട്. ഏത് പുറത്തുനിന്ന് വരുന്ന ശബ്ദങ്ങളും ഏത് പുറത്തുനിന്ന് വരുന്ന പ്രവൃത്തികളും തന്റെ അടുക്കലേക്ക് വരാൻ താൻ എന്താണ് ചെയ്തത് എന്ന ഏകാന്തതയിൽ ആലോചിക്കണം. എന്താ എന്നെ മാത്രം സ്വീകരിക്കാൻ കാരണം? ഞാൻ തന്നെ ബഹുമാനിക്കുന്ന ഒട്ടേറെ ആളുകൾ അവിടെ ഇരിപ്പുണ്ടല്ലോ. അവരെ ആരെയും സ്വീകരിക്കാതെ എന്നെ സ്വീകരിച്ചിരിച്ചത് എന്തിനാണ്?
എന്നെക്കൊണ്ട് എന്താണ് അവർക്ക് പ്രയോജനം? അതെൻ്റെ പ്രാരബ്ധമാണ്. അപ്പം ഞാൻ ഇരുന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ ബഹുമാനിക്കുന്നവരുടെ അനുമതിയോടെ ഇരിക്കാം, അതേ വഴിയുള്ളൂ. പിന്നെ എന്താ എന്നെ മാത്രം ആ കൂട്ടത്തിൽ നിന്ദിക്കുന്നത്? ഞാനതിനർഹനാണ്. ഈ അവസരത്തിലാണ് എൻ്റെ സമചിത്തത പോകരുതാത്തത്. ഇത് ഞാൻ പ്രയത്നിച്ച് നേടിയതല്ല. എന്താ അയൽവക്കത്ത് ഭാര്യ അവനെ സ്നേഹിക്കുമ്പോൾ, അവന് കഞ്ഞി വെച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ തെരുവിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അർഹനായതുകൊണ്ടാണ്. നീ രണ്ടു കൂടെ വിളിച്ചു എന്ന് പറഞ്ഞൊന്ന് നിന്ന് നോക്കാം. എന്താടാ ആത്മകഥയിലൂടെ കടന്നു പോവാണ്, നീ വല്ലാതെ ഇരുന്ന് ചിരിക്കുന്നു, ചാരിയിരുന്ന് ചിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും വരുന്ന കർമ്മങ്ങളെ സ്വപ്രാരബ്ധത്തിന്റെ തലങ്ങളിൽ അപഗ്രഥിച്ചു നോക്കണം. അപ്പോൾ ജന്മവൃത്താന്തങ്ങൾ അറിയുകയും ചെയ്യും. സ്വന്തം ജന്മവൃത്താന്തങ്ങളിലൂടെ സൂക്ഷ്മത്തിലേക്ക് പോകുവാൻ മനസ്സിനെ കഴിഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ഗഹനങ്ങളായ ലോകങ്ങളിലൂടെ മനസ്സ് സഞ്ചരിക്കുകയും ചെയ്യും. ഒരുങ്ങുമ്പോൾ സാത്വികമാക്കിയിട്ട് വേണം പോകാൻ. ഇതിന് രണ്ടു വഴിയുണ്ട്. മനസ്സിനെ സാത്വികമാക്കി സൂക്ഷ്മമാക്കുന്നില്ലെങ്കിൽ സൂക്ഷ്മമായി മനസ്സ് രാജസത്തിലൂടെ പോയാൽ ഒട്ടേറെ ഹാലൂസിനേഷൻസ് ഉണ്ടാവും. ഭ്രാന്തനും യോഗിയും തമ്മിൽ ഭേദം ഇത്ര മാത്രമേ ഉള്ളൂ. തന്റെയും അപരന്റെയും ഉൾക്കൊള്ളുന്ന വിശാലമായ സൂക്ഷ്മലോകങ്ങളെ യോഗി അറിഞ്ഞ് ശാന്തനായിരിക്കുമ്പോൾ ഭ്രാന്തൻ അറിഞ്ഞ് അശാന്തനായി കാണപ്പെടും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ലോകമായത്. ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയി സൂക്ഷ്മലോകമൊക്കെ പിടിച്ചു കളയാമെന്ന് പറഞ്ഞ് ഇരുന്ന് വല്ലവൻ്റെയൊക്കെ സൂക്ഷ്മലോകം പിടിക്കാൻ ഒളിഞ്ഞു നോക്കിയും പിടിച്ചുമൊക്കെ അവസാനം ആകെ ഭ്രാന്ത് വന്ന് നാട്ടുകാർ തല്ലുമ്പോൾ ഇവിടുന്ന് ഗീതാ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ് എന്ന് ഓർമ്മ വന്നാൽ ഞാനോ പാരമ്പര്യമോ ഒന്നും വന്ന് രക്ഷിക്കില്ല. മറിച്ചത് സാത്വികമായ മനസ്സിന്റെ തലത്തിലാണെങ്കിൽ പാരമ്പര്യം എന്നും രക്ഷയ്ക്കുണ്ടാവും. അതീവ സാത്വികമായി മനസ്സിനെ സാത്വികതയുടെ ലോകങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് വേണം പഠിക്കാൻ. ഇതിനകത്ത് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് അവിടെയൊക്കെ ഇത് പറ്റും. ഇപ്പൊ സമുദ്രത്തിൽ നിന്നാണ് നദിയിലെ ജലം വന്നത്, അതുപോലെ വിഷയങ്ങൾ നമ്മിൽ നിന്ന് വരുന്നു. അർത്ഥാത് നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് സഞ്ചിതം പ്രാരബ്ധം ആഗാമി. യത് സപ്തന്നാനി മേധയ. ഇതെടുത്തതാണെന്ന് തോന്നുന്നു. ഇല്ല, എടുത്തില്ല. സപ്ത അന്നാനി മേധയ തപസാ ജനയത പിത എന്ന് പറയുന്നുണ്ട് ബൃഹദാരണ്യകത്തിൽ. യജമാനനിൽ നിന്ന് ഉണ്ടാകുന്നു, പിതാവിൽ നിന്ന്, യജമാനനിൽ നിന്ന്. സപ്താന്നവർഗം അവിടുന്നാ വരുന്നത്. ഭോഗ്യമായ ഈ സംസാരം മുഴുവൻ, നമ്മൾ ഭുജിക്കുന്ന ഈ ലോകം മുഴുവൻ, അതിനെയാണ് സപ്താന്നം എന്ന് വിപുലമായി പറഞ്ഞിരിക്കുന്നത്. പ്രാരബ്ധജന്യമാണ്. അതേ കഴിക്കാൻ പറ്റൂ. ഉണ്ടാക്കാൻ പ്രാരബ്ധമുള്ളത് ഉണ്ടാക്കും, കഴിക്കാൻ പ്രാരബ്ധമുള്ളത് കഴിക്കും, കൊടുക്കാൻ പ്രാരബ്ധമുള്ളത് കൊടുക്കും. അതാണ് പ്രാരബ്ധത്തിന്റെ വിസ്തൃത തലം. ചിലർക്ക് കൊടുക്കാനേ തലമുണ്ടാവില്ല, ചിലർക്ക് വാങ്ങാൻ മാത്രമേ ഉണ്ടാവൂ. ചിലർക്ക് കൊടുക്കാനും വാങ്ങാനും ഉണ്ടാവും. ഇതൊക്കെ ആ പ്രാരബ്ധത്തിന്റെ വഴികളാണ്. ആ നിയമങ്ങളൊന്നും ഒരിക്കലും മാറില്ല. ലോകത്തെല്ലാ രാജ്യത്തും ആയിരക്കണക്കിന് നിയമങ്ങളുണ്ട്.
അതൊക്കെ നടപ്പാക്കാൻ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഇടയിൽ ഓടുന്ന ഒരേ ഒരു നിയമം പ്രാരബ്ധവും പുരുഷാർത്ഥവുമാണ്. അതിനെ മറികടക്കാവുന്ന ഒരു നിയമവും മനുഷ്യനിർമ്മിതമായി ഇന്നോളം ഉണ്ടായിട്ടില്ല. നിയമങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പൊക്കത്തിൽ അടയിരിക്കുന്നവൻ പോലും ചെയ്യുന്ന കർമ്മങ്ങൾ പ്രാരബ്ധ പുരുഷാർത്ഥങ്ങൾ വഴിയാണ്. അതാണ് രസം. എഗ്രിമെന്റ് ഒപ്പിട്ടിട്ട് ഇന്ത്യയുടെ ഒരു മന്ത്രിയും വേറൊരു രാജ്യത്തിൻ്റെ മന്ത്രിയും മേശയ്ക്കടിയിലൂടെ കിക്ക് ബാക്സ് കടന്നു പോകുമ്പോൾ നിയമം മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. മനസ്സിലായില്ല? അത് പിടിക്കാൻ ക്യാമറയ്ക്ക് പറ്റുകയില്ല. അതാണെന്ന വ്യാജേന ചെന്നിവനെ വിരട്ടി വർത്തമാനമൊക്കെ പറഞ്ഞ് സ്റ്റിംഗ് ഓപ്പറേഷൻ വഴി വേറൊന്ന് കൊടുത്ത് പിടിക്കാനേ പറ്റുള്ളൂ. മറ്റേ പിടിക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് പ്രതീതമാക്കാനേ പറ്റുമോ മേടിച്ചിട്ടുണ്ടെന്ന്. മേടിക്കാത്തവൻ ആദ്യമായിട്ട് എന്ന് വീഴുന്നത് സ്റ്റിങ്ങിലാകാം. നിരന്തരമായി മേടിച്ചവനായിരിക്കും സ്റ്റിങ്ങിനെ പറഞ്ഞു വിട്ടതും ചിലപ്പോൾ. സംഗതിയൊക്കെ നടക്കാം. അതുകൊണ്ട് വിചിത്രമാണ് ഈ ഭൂമി, അതീവ വിചിത്രമാണ്. നിയമം അതിൻ്റെ മേശപ്പുറത്ത് വെച്ച് താഴെ കൂടെ വാങ്ങാവുന്നതാണ്. പ്രാരബ്ധവും സഞ്ചിതവും ആഗാമിയും മാത്രമാണ് ലോക നിയമം. ഇങ്ങനെയാണെങ്കിൽ ലോകത്ത് ഈ നിയമം നടപ്പാക്കി കൊടുത്തിരുന്നു എങ്കിൽ ലോകം എത്ര സുഖകരമായി മുന്നേറുമായിരുന്നു. ശ്രുതിക്ക് വിരുദ്ധങ്ങളായ എല്ലാ സ്മൃതികളും മാനവ ദുഃഖമാണ്. മനസ്സിലായില്ല? ശ്രുതിയെ അവലംബിച്ചായിരിക്കണം നിയമം. ശ്രുതി ഇതാണ്. പ്രാരബ്ധവും പുരുഷാർത്ഥവും കലർന്നു വരാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് സേട്ട് കാശ് വാങ്ങിക്കുന്നത് പ്രാരബ്ധവും പുരുഷാർത്ഥവും ചേർന്നാണ്. സേട്ടിൻ്റെ കൂലിപ്പണിക്കാരൻ പൈസ വാങ്ങിക്കുന്നത് പുരുഷാർത്ഥം ഒന്നുകൊണ്ട് മാത്രമാണ്. സേട്ട് വെറുതെ ഇരിക്കുന്നു, പൈസ വൈകുന്നേരം ആകുമ്പോൾ അവൻ്റെ കയ്യിലെത്തുന്നു. മറ്റവൻ പണിയെടുക്കുന്നു, സേട്ട് അവനെ വിളിച്ചു കൊടുക്കണം, അവന് നേരിട്ട് കിട്ടുകയില്ല. ഒരു മുതലാളിയും ആധ്യാത്മികതയിൽ പോലും ഒരു കെട്ടിടം പണിയാൻ ഏൽപ്പിച്ചാൽ പൈസ നേരിട്ട് പണിക്കാരുടെ കയ്യിലേക്കല്ല കൊടുക്കുന്നത്. അതിന് നിയുക്തനായ ഒരുവനുണ്ട്, അവൻ്റെ കയ്യിലേക്കാണ്. നമ്മൾ ചിത്രപരനോട് ഇത്ര പണിതോ എന്നൊക്കെ ചോദിച്ചൊന്ന് വരട്ടി ഒരു 10 രൂപ വെച്ച് അതിൽ നിന്നും പിടിച്ച് ഇവന് പൈസ കൊടുത്ത് വിടുമ്പോൾ അവനും കടന്നു പോവുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. മറിച്ച് ഇതിൻ്റെ ആകത്തുക അതിൻ്റെ ഇടയിലുള്ള ആ സേട്ടിന് കിട്ടുന്നത് അങ്ങനല്ലേ എന്ന് പറയണ്ടേ, ഒരല്പം പുരുഷാർത്ഥവും കൂടുതൽ പ്രാരബ്ധവും കൊണ്ടാണ്. ഇനി അത് മാറ്റിമറിക്കാമെന്ന് വെച്ച് നിങ്ങളൊരു യൂണിയൻ ഉണ്ടാക്കിയാൽ സേട്ടിനെയും ഇവനെയും കൂടെ പറ്റിച്ച് വേറൊരു സേട്ടുണ്ടാകുമെന്നല്ലാതെ. മനസ്സിലായില്ല? ശരിയല്ല? ഒരു പുതിയ കോർപ്പറേറ്റ് മാനേജ്മെന്റ്, റൈറ്റ്? ശരിയല്ല? കുറയ്ക്കാനും പറ്റുകയില്ല, കൂട്ടാനും പറ്റുകയില്ല. അങ്ങനെ വരുള്ളൂ. അങ്ങനെയല്ല ലോകത്ത് ഇന്ന് വരെ നടപ്പായിട്ടില്ല. വിഭോഗ്യമായ ഈ സംസാരം മുഴുവൻ പ്രാരബ്ധജന്യമാണ്. പ്രാരബ്ധം 2: സമഷ്ടി പ്രാരബ്ധം, വ്യഷ്ടി പ്രാരബ്ധം. സമഷ്ടി പ്രാരബ്ധമാവട്ടെ വ്യഷ്ടി പ്രാരബ്ധമാകട്ടെ, പ്രായശഃ ഭോഗം പ്രാരബ്ധത്താൽ മാത്രം പ്രാപ്തമാവുന്നു. പ്രായേണ വ്യക്തിപ്രാരബ്ധവും സമഷ്ടിപ്രാരബ്ധവും. അല്ല,
സമഷ്ടി പ്രാരബ്ധം എന്ന് പറഞ്ഞത് വ്യക്തികൾ ചേർന്ന് ഉണ്ടാകുന്ന സമഷ്ടി. സമഷ്ടിയിൽ ഇന്നുണ്ടായ മാറ്റമെല്ലാം മുമ്പ് ചെയ്തു വെച്ച കർമ്മങ്ങളുടെ അവാന്തര ഫലമാണ്. ക്രെഡിറ്റൊക്കെ ഇന്ന് പോയി ഒരുത്തൻ കണ്ടെത്തുമ്പോൾ അവനാ കിട്ടുക. നേരത്തെ അതിന്റെ കർമ്മം അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്നത്. ആ കർമ്മം ഇത്ര വരെ പോകുമെന്ന് അന്നൊരു മനസ്സുണ്ട്. അതുവരെ ഈ ശാസ്ത്ര സത്യങ്ങളുള്ളൂ. അത് കഴിയുമ്പോൾ അത് മാറാനുള്ളത് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം സമഷ്ടിയുടെ പ്രാരബ്ധ ശരീരത്തിൽ, സൂക്ഷ്മ പ്രാരബ്ധ ശരീരത്തിൽ ഒട്ടേറെ കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഒട്ടേറെ വൈദ്യുതി കടന്നു പോകാവുന്ന തലങ്ങളുണ്ട്. അതിൽ വെച്ചിരിക്കുന്ന ചില ബാറ്ററിയൊക്കെ ഡിലീറ്റ് ആവും. ആ ബാറ്ററിയൊക്കെ പോവും. ഇത്ര കാലാവധി കഴിയുമ്പോൾ ആ ബാറ്ററി മാറാൻ പറ്റാത്ത ചില ബാറ്ററികളുണ്ട്. ഇനി ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റാത്ത ബാറ്ററി ഉണ്ട്. ഒരു പ്രാവശ്യമേ ആകെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? അങ്ങനെയുള്ള ആർട്ടിനൊരു പേര് പറയുമല്ലോ. ഉദാഹരണം വേണമല്ലോ നിങ്ങൾക്ക് മനസ്സിലാകാൻ. അങ്ങനെ ഒരു ആർട്ടുണ്ടല്ലോ. ബോണ്ട് പേപ്പറൊക്കെ അടിക്കും, ബോണ്ട് ഒക്കെ അടിക്കുന്ന ഈ കടപത്രങ്ങൾ ഇറക്കുന്ന ഒരു ആർട്ടുണ്ടല്ലോ. അല്ല, വാട്ടർമാർക്കല്ല. കടപ്പത്രമൊക്കെ ഇറക്കുമ്പോൾ ആ പേപ്പറിലൊരു ആർട്ട് വർക്ക് ഉണ്ടാവും. അത് രണ്ടാമത് രൂപപ്പെടുത്താൻ പറ്റില്ല. ടിൻഡഡ് ആർട്ടെന്നോ അങ്ങനെ ഉണ്ടാണ് അതിന് പറയുക. കണ്ടിട്ടില്ല? കുറെ ചതുരങ്ങളും കുറെ വൃത്തങ്ങളും കുറെ ഇതുമൊക്കെ കൂടി അതിന്റെ ബാക്കിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. കണ്ടിട്ടില്ല? വലിയ കമ്പനിയൊക്കെ കടപ്പത്രം ഇറക്കുമ്പോൾ എത്ര ശ്രദ്ധിച്ചിരുന്നാലും അതുപോലെ ഇറക്കാൻ പിന്നെ പറ്റില്ല എന്നാണ് അവർ അവകാശപ്പെടുക. അങ്ങനെയാണ് അതിന്റെ വർക്ക്. അപ്പോൾ ഒരിക്കലുണ്ടാക്കി അത്തരം ഷർട്ടും ഒക്കെ ഉണ്ടല്ലോ. ഇതാകെ ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വുഡ്ലാൻഡ്സിലൊക്കെ ഇടയ്ക്ക് വിൽപ്പനയ്ക്ക് വരികയല്ലേ, 3.5 ലക്ഷം രൂപ ഒറ്റ സാരി. ഈ ഡിസൈൻ ഇനി ഒരിക്കലും ഇല്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അത് നിങ്ങൾ ഉടുത്തോണ്ട് കിടന്നാൽ വേറൊരാൾ അത് ഉടുത്തോണ്ട് കിടക്കുമെന്ന് പേടിക്കണ്ട. അതുപോലെ ഒരെണ്ണം ഉടുത്തോണ്ട് കിടക്കുമെന്ന് പേടിക്കണ്ട. എറണാകുളംകാർ പെണ്ണുങ്ങളൊക്കെ പോയി മേടിച്ചിട്ട് നിങ്ങളാരും പോകുന്നില്ല. ഇവിടെ ഈ വുഡ്ലാൻഡ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇതൊക്കെ ഞാനേ പോയി കാണാറുള്ളൂ. അതുകൊണ്ടാണല്ലോ എൻ്റെ സാരിക്ക് ഡിസൈൻ ഒന്നേ ഉള്ളത്. പിന്നെ വേറെ നിങ്ങൾക്ക് ഡിസൈൻ കിട്ടിയിട്ടില്ല. അപ്പൊ അതുപോലെ വരുന്ന ചില സാധനങ്ങൾ സമഷ്ടി പ്രാരബ്ധത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് പോയാൽ പിന്നെ വേറെ അവിടെ വെക്കാൻ പറ്റില്ല. അതോടെ ആ ശാസ്ത്രം എന്ന് നമ്മൾ പറഞ്ഞത് പോയി. ചിലത് കുറെ കാലം ഓടിയാൽ നവീകരിച്ചു വിടേണ്ടതാണ്. അത് പുതുതായി മാറിക്കൊണ്ടിരിക്കും. ലോകത്തുണ്ടായിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങളുടെ IT മേഖലകളുമെല്ലാം സമഷ്ടിയുടെ പ്രാരബ്ധത്തിൽ ഇങ്ങനെ രൂപാന്തരപ്പെട്ടു പോകുന്നതാണ്. അതിലൊന്നിനു പോലും നിൽപ്പില്ല. അത് പൂർവ്വ കർമ്മങ്ങളാൽ രൂപാന്തരപ്പെട്ടു വരുന്നതാണ്. ഇത് ശാസ്ത്രം എവിടുന്നാണ് വരുന്നത്? സമഷ്ടി പ്രാരബ്ധത്തിൽ നിന്നാണ് വരുന്നത്. സാങ്കേതിക വിദ്യകൾ എവിടുന്നാണ് വരുന്നത്? സമഷ്ടി പ്രാരബ്ധത്തിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ മാത്രമാണ്. കുറെ കാലം കഴിയുമ്പോൾ ഈ ആറ്റമൊന്നും പ്രവർത്തിക്കാതെയും ആകാം. സമഷ്ടിയുടെ സങ്കല്പം പോലെ. ആദ്യകാലത്ത് നിങ്ങൾ മേടിച്ചിരുന്ന ചില സാധനങ്ങളുടെ പ്രവർത്തനം കുറെ കാലം കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രവർത്തിക്കാതാകുമ്പോൾ നിങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറെ കഴിയുമ്പോൾ ഈ ആറ്റം ബോംബൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ആറ്റം ബോംബ് ഉണ്ടാക്കാം, രാസ ആയുധങ്ങൾ ഉണ്ടാക്കാം. അതിനൊക്കെ എല്ലാവർക്കും ഇത് കൊടുക്കുകയാണ്. ഇനി എല്ലാവരും കൂടെ രാസായുധം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് പൊട്ടാതാവും. മനസ്സിലായില്ല? സമഷ്ടിയുടെ സങ്കല്പം മാറും. അപ്പോൾ ഒരു പുതിയ ഇത് കൊണ്ടുവരും. ഇന്നലെ പൊട്ടിയ ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും ഒക്കെ തെറ്റാണെന്നും ഇപ്പോൾ പൊട്ടാത്ത ആറ്റം ബോംബ് ഉണ്ടെന്നും അതുകൊണ്ട് ഫിഷനും ഫ്യൂഷനും അല്ല നടക്കുന്നതെന്നും പുതിയൊരു തിയറി കൊണ്ടുവരും. അവനും കൊടുക്കും ഒരു PhD. മനസ്സിലായില്ല?
ഇത്രയേ ഉള്ളൂ സയൻസ്. വളരെ രസമാണ് പ്രാരബ്ധത്തിലൂടെ പഠിച്ചാൽ. ഇന്നലെ വളരെ വലുതാണെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇന്ന് ചെറുതാണ്. ശരിയല്ല? അതിനേക്കാൾ വലുത് വന്നപ്പോൾ കമ്പാരിസണിൽ ഇത് ചെറുതായിപ്പോയി. ഇന്നലെ നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരിയാണ് ഉപയോഗിച്ചെങ്കിൽ ആ കിണറ്റ് വെള്ളത്തിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളും, അതേസമയം കിണറ്റിലെ വെള്ളം പറ്റിയ പൈപ്പിലെ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവരുണ്ട്. ശരിയാണ്, അതിലൊക്കെ രസമുണ്ട്. നല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്നാൽ ഈ കാഴ്ച കാണാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ ചെന്ന് അവിടെ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തുനിന്ന് കുടിക്കാൻ പൈപ്പിൽ വെള്ളം എടുക്കുമ്പോൾ കൊച്ചിനെ പിടിച്ചൊരു അടിയും കൊടുത്ത് ആ വെള്ളവും പിടിച്ച് ദൂരെ കളഞ്ഞ് ആ കുപ്പിയും മേടിച്ച് കളഞ്ഞ് ഇരുത്തിയിട്ട് കുപ്പിയിൽ വെള്ളവുമായിട്ട് വരുന്നവനോട് മേടിച്ചിട്ട് ആ ജ്യൂസ് ഒരു കുപ്പി തരുമെന്ന് പറഞ്ഞ് മേടിച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും രസം അവൻ കക്കൂസിലെ വെള്ളം കൊണ്ട് കൂട്ടിയതാണ്. അവിടെ കാണാം, റെയിൽവേ സ്റ്റേഷനിൽ തന്നെ, ട്രെയിനിൽ തന്നെ കാണാം. ട്രെയിനിൽ ഇവൻ ആ കക്കൂസിനകത്തോട്ട് ഒരു കക്കൂസ് അടച്ച് ഈ പാത്രം എല്ലാം കൂടെ വെച്ച് അവിടുന്ന് വെള്ളം എടുത്ത് അവിടുന്ന് കലക്കി അവിടുന്ന് കൊണ്ടുവന്നാണ് ഈ കൊടുക്കുന്നത്. മനസ്സിലായിട്ടില്ല? ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല? ഇതൊക്കെ വളരെ രസകരമായ കാഴ്ച. അപ്പൊ സമഷ്ടി പ്രാരബ്ധത്തിലൂടെ ഈ ബോധം പോകുന്നത്. വ്യക്തിയുടെ പ്രാരബ്ധവും സമഷ്ടിയുടെ പ്രാരബ്ധവും കലർന്നാണ് പോകുന്നത്. അത് കണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല. പ്രാരബ്ധങ്ങളെ പഠിച്ച് മോചനം നേടാനേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് പ്രാരബ്ധത്തെ ഇല്ലാതാക്കാനാവില്ല. നാളെ വരുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ ഈ ബോധം സഹായിക്കും. അപ്പൊ വ്യക്തി പ്രാരബ്ധമാകട്ടെ സമഷ്ടി പ്രാരബ്ധമാകട്ടെ പ്രായേണ ഭോഗം കൊണ്ട് മാത്രം, ആ ഭോഗമെല്ലാം പ്രാരബ്ധം കൊണ്ട് മാത്രം പ്രാപ്തമാകുന്നു. ഭോഗം കൊണ്ട് ശാന്തമാകുന്നു, പ്രാരബ്ധത്താൽ പ്രാപ്തമാകുന്നു. രണ്ടും പഠിക്കണം. ഭോഗങ്ങൾ പ്രാരബ്ധത്താൽ പ്രാപ്തമാകുന്നു, ഭോഗങ്ങളെ കൊണ്ടത് ശാന്തവുമാകുന്നു. പ്രാരബ്ധം ഭോഗം കൊണ്ടല്ലാതെ ശാന്തമാവില്ല. അതിന് രോഷതാപാദികളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോ കുറച്ചു ഭോഗം വർത്തമാന പുരുഷാർത്ഥത്താലും ഉളവാകുന്നു. വളരെ കുറച്ച് ഭോഗങ്ങൾ ഇപ്പോൾ ഉള്ള പുരുഷാർത്ഥം കൊണ്ട് കുറച്ചുള്ളവ. കുറെ ഭോഗങ്ങൾ പ്രാരബ്ധ പുരുഷാർത്ഥങ്ങൾ രണ്ടും ചേർന്നുണ്ടാകും. അപ്പോ പ്രാരബ്ധത്താൽ പുരുഷാർത്ഥത്താൽ പ്രാരബ്ധ പുരുഷാർത്ഥങ്ങൾ രണ്ടും ചേർന്ന് ഇങ്ങനെ 3 തലമാണ്. പരിശ്രമം ഏതുമില്ലാതെ സ്വയം ഏതൊന്നു വന്നു ചേരുന്നുവോ അത് പ്രാരബ്ധത്തിന്റെ ഫലം. 8 മണിക്കൂർ പണിയെടുത്ത് ഒരുത്തൻ സമ്പാദിക്കുന്നവൻ കൂലിവേല ചെയ്തിട്ടാ, അത് പുരുഷാർത്ഥത്തിന്റെ ഫലമാണ്. അശ്രാന്ത പരിശ്രമം ചെയ്ത് നേടുകയാണ്, അത് കേവലം പുരുഷാർത്ഥം. അവന് പ്രാരബ്ധമില്ല, പ്രാരബ്ധമൊന്നും അവന് കിട്ടിയില്ല. അവൻ പണിയെടുക്കുന്നതിനിടയിൽ മുതലാളി അതിൽ നടന്നു പോയപ്പോൾ അവനെ കണ്ട് തൃപ്തിയായി. അതുവരെ അവൻ ഒരു പണിയെടുത്തിട്ടില്ല, ബാക്കിയുള്ളൊരു ചത്ത് പണിയെടുക്കുകയാണ്. വൈകുന്നേരം കൂലി കൊടുക്കാൻ നേരത്ത് അവനൊരു 101 രൂപ കൂടുതൽ കൊടുത്തു. മറ്റൊരു ചെറുതായിട്ടൊന്ന് റെസിസ്റ്റ് ചെയ്തിട്ട് എന്താ അവന് കൂലി കൂടുതൽ കൊടുത്തത്? 101 അവന് കൂടുതൽ കൊടുത്തല്ല, എന്താ കാരണം? അത് അവനെ പോലെ ആകണം. പണിയെടുക്കണം എന്ന് പറഞ്ഞില്ല, പണിയെടുക്കണ്ട എന്ന് പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അവന്റെ പ്രാരബ്ധം നിനക്കൊണ്ടാകണം. മനസ്സിലായില്ല? പക്ഷെ കേട്ടവനെന്താ വിചാരിച്ചേ? അവനെ പോലെ പണിയെടുക്കണം എന്നാ വിചാരിച്ചേ. അപ്പം അവര് നോക്കിയപ്പോ ഇതുവരെ പണിയെടുക്കാത്തവനാകാൻ. അവര് പിറ്റേ ദിവസം മുതൽ തൂമ്പയൊക്കെ താത്തു നിൽക്കുമ്പോഴാണ് മുതലാളി അതിലെ വരുന്നത്. ആ നാളെ മുതൽ നിങ്ങളാരും പണിക്ക് വരണ്ട, വീട്ടിൽ പോകണം. ഇപ്പൊ എന്തായി? ഉള്ള പണിയും കൂടെ ഇല്ലാണ്ടായി. ഇതാണ് പ്രാരബ്ധത്തിന്റെ കളി. പുരുഷാർത്ഥത്തിലും പ്രാരബ്ധത്തിലും കളിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. സമരങ്ങൾ നടത്തുമ്പോഴും എതിർക്കാൻ പോകുമ്പോഴും ഒക്കെ പ്രാരബ്ധമാണ് വന്ന് ഭവിക്കുന്നത്. വലിയൊരു കമ്പനിയിൽ കുറെ പേര് 43% ബോണസ് കിട്ടുന്ന കാലത്ത് സമരം നടത്തി. ആ സമരത്തിന് നേതൃത്വം നൽകിയവർ
കേരളത്തിലും കേന്ദ്രത്തിലും മന്ത്രിയായി. സുഖമായി ജീവിച്ചിരുന്ന കുടുംബങ്ങൾ പട്ടിണിയിലായി. ചിലർ ആത്മഹത്യ ചെയ്തു. കുറെ ആളുകൾക്ക് അതൊക്കെ കണ്ടു വേദനയുണ്ടായി. സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് അവർ പത്രങ്ങളിലൊക്കെ കോരിയൊഴിച്ചെഴുതി. എഴുതിക്കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ താഴത്തെ റാങ്കിലുണ്ടായിരുന്ന മന്ത്രി ക്യാബിനറ്റ് റാങ്കിലേക്കായി. ആ എഴുതിയ പത്രത്തിന്റെ പ്രത്യേക ഒരു ഓഫീസ് ഉദ്ഘാടനത്തിന് മന്ത്രി തന്നെ വന്നപ്പോൾ മന്ത്രിയുടെ പ്രസംഗങ്ങളെ മുമ്പ് എഴുതിയവൻ ശ്ലാഘിച്ച് പ്രസംഗിച്ചു. മനസ്സിലായില്ല? കൻ യു ഇമാജിൻ? ഇതൊക്കെ കണ്ടാലും പിന്നെയും ആ പത്രം കാശ് കൊടുത്ത് മേടിച്ച് രാവിലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ആസ്വാദ്യതയോടെ വായിക്കുന്ന നിങ്ങളുടെ പ്രാരബ്ധവും കൂടെ ചേർത്ത് വായിക്കും. മനസ്സിലായില്ല? 1970-കളിൽ ചാലിയാർ പുഴയുടെ തീരത്തെ ഒരു ഫാക്ടറി 43% ബോണസ് ബിർള കൊടുക്കുമ്പോൾ, അതാ ഞാൻ ഉദാഹരണമായി പറഞ്ഞു, വേറൊന്നുമല്ല. അന്ന് 43% ബോണസ് കൊടുത്തിട്ട് പറ്റില്ല എന്ന് പറഞ്ഞയാൾ ഇന്ന് കേന്ദ്രമന്ത്രിയാണ്. ആളാരാണെന്ന് എനിക്കറിയില്ല. നമുക്കത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ആ പ്രാരബ്ധത്തിന്റെ പോക്ക്. അതിന്ന് വിട്ടുപോകരുത്. എത്ര ഗഹനമാണ് ഈ നിയമം. ഭരണഘടനയ്ക്കോ നിയമനിർമ്മാണ സഭയ്ക്കോ കോടതികൾക്കോ പോലീസിനോ ഒന്നും കേറിപ്പറ്റാൻ പറ്റാത്ത പ്രാരബ്ധത്തിന്റെയും പുരുഷാർത്ഥത്തിന്റെയും നിയമനിർമ്മാണ സഭ ഇവരെയൊക്കെ വെട്ടിച്ച് പിന്നിൽ നിൽക്കുകയാണ്. ഏതിലാണ് മാനവൻ വിശ്വസിക്കേണ്ടത്? അവരെ വിശ്വസിച്ചു പോയാൽ ദുഃഖം മാത്രമാ വഴി. എന്റെ പ്രാരബ്ധ പുരുഷാർത്ഥങ്ങളിൽ മാത്രമാണ് എന്റെ നിയമമെന്ന് ഞാൻ പഠിക്കുമ്പോൾ ആനന്ദമാണ് വഴി. ശിക്ഷകൻ ഇവിടെ വലിയൊരു റോളുണ്ട്. ഒരു ജനതയെ ശിക്ഷാശാസ്ത്രത്തിലൂടെ സുതാര്യമായ പ്രാരബ്ധ സഞ്ചിത ആഗാമികളുടെയും പുരുഷാർത്ഥത്തിന്റെയും സുന്ദരമായ ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഭരണാധികാരികളും നിയമനിർമ്മാണ സഭകളും അർത്ഥശൂന്യമായി മാറുന്നു. ആ ബിന്ദു പിടികിട്ടിയോന്നറിയില്ല. ഇതതിന്റെ സാമൂഹികത. ഈ ഒറ്റ ശ്ലോകം കൊണ്ട് തന്നെ അർജുനനോട് പറഞ്ഞത്, യാതൊരു നിയമങ്ങൾക്കും യാതൊരു ആയുധങ്ങൾക്കും യാതൊരു ശാസ്ത്രങ്ങൾക്കും പ്രാരബ്ധ സഞ്ചിതാഗന്തുകങ്ങളുടെയും പുരുഷാർത്ഥങ്ങളുടെയും ലോകത്ത് പ്രസക്തിയില്ല. അതുകൊണ്ട് യുദ്ധങ്ങൾ അപ്രസക്തങ്ങളാണ്. ഒന്നുകിൽ ജനകാദികളെപ്പോലെ പ്രാരബ്ധത്തിന് വഴിപ്പെട്ട് എല്ലാ കാമങ്ങളും വന്നു ചേരുമ്പോഴും ശാന്തമായി സ്ഥിതപ്രജ്ഞനായിരിക്കുക. ഇല്ലെങ്കിൽ വിഹായ കാമാന്യ സർവാൻ വരാൻ പോകുന്നത്. ഗീതയുടെ മർമ്മഗ്രാഹിയായ സിദ്ധാന്തവും ഇവിടെയാണ്. ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അർത്ഥം ഇത് നല്ലപോലെ പഠിച്ചാൽ എല്ലാ ശ്ലോകവും ഇവിടെ സമന്വയിപ്പിക്കാം. ഗീതയിലെ മുഴുവൻ ശ്ലോകങ്ങളും. കാരണം ഇവിടെ പോകുന്ന ചരട് സമഷ്ടിയുടെയും വ്യഷ്ടിയുടെയും പ്രാരബ്ധത്തിൻ്റെതാണ്. അതുമാത്രമാണ് നിയമം. അപ്പൊ രാപകൽ കൂലിവേല ചെയ്ത് നേടുന്നത് കേവലം പുരുഷാർത്ഥമാകുന്നു. എന്തുകൊണ്ടെന്നാൽ പരിശ്രമത്തിന് എത്ര ഫലം നിയതമാണോ അത്ര മാത്രം നേടുന്നു. സേട്ട് വലിയ വ്യാപാരി, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് എങ്കിലോ വിശദീകരിച്ച് പറയുമ്പോൾ, ജനങ്ങൾ വ്യാപാരം കൊണ്ട്, ആ സേട്ട് ജനങ്ങൾ വ്യാപാരം കൊണ്ട് ലക്ഷങ്ങൾ നേടുന്നു. പുരുഷാർത്ഥവും പ്രാരബ്ധവും അവിടെ ബാധകമാണ്. അല്പം പുരുഷാർത്ഥമുണ്ട്. 8 മണിക്കൂർ മാല എടുത്തു കൊടുക്കാൻ കുറച്ച് പെൺകുട്ടികൾ,
അത് നോക്കാൻ വാതക്കലെടുത്താൻ ഒരു കാവൽക്കാരൻ, അത് എടുത്തു വെക്കാനും അടയ്ക്കാനും പിടിക്കാനും വേറെ ജീവനക്കാർ, അതിൻ്റെ കണക്കെഴുതാൻ കണക്കെഴുത്ത് പിള്ളമാണ്. ഇതെല്ലാം ഉള്ളൊരു ജ്വല്ലറി ചെന്നാൽ അതിൻ്റെ പുറകിലെ ഒരു റൂമിൽ, ഒരു AC റൂമിൽ ഒരു കമ്പ്യൂട്ടറും വെച്ച് ഒരു സെറ്റ്, വയറൊക്കെ തറയെ കിടക്കും. എറണാകുളത്തെ നിങ്ങളുടെ നാട്ടുകാരുടെ പേരിലുള്ള ജ്വല്ലറിയിലൊക്കെ ചെന്നാൽ അകത്തൊരു സേട്ടറുണ്ട്. അവൻ മലയാളിയല്ല, ഒരു പയ്യാമയൊക്കെ വലിച്ചിട്ട് ഒരൊറ്റ ഇരിപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് തിരുമ്മി ഇടയിലോട്ട് കയറ്റി വെച്ച് ഒരൊറ്റ ഇരിപ്പ് അവിടെ ഇരിക്കും. നേരെ ആ ഇതിൽ നോക്കി ആരെങ്കിലും ഒരു സാധനം കട്ടുകൊണ്ട് പോയാൽ അവനൊരു ബെല്ലടിക്കും. അവിടുന്ന് എടുത്തു കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കമ്പ്യൂട്ടറിൽ കാണാം. അപ്പോൾ തന്നെ നിങ്ങൾ പിടിക്കപ്പെടും. നിങ്ങൾ എനിക്ക് ഇത് ആരിടാ നോക്കിയിരിക്കുന്നത്? ഇതൊക്കെ അകത്ത് ആ റൂമിനകത്താണ്. അതിനിടയിൽ പലതരം ബിസിനസ് നടക്കും. ആരെങ്കിലും വല്ല സ്വർണവും കൊണ്ടുവന്നാൽ ഇതും കൊണ്ട് അകത്തെ മുറിയിലേക്ക് പോയി അയാളുടെ അടുക്ക ചെല്ലുമ്പോൾ അയാളെ രക്ഷ നോക്കി വില നിശ്ചയിക്കും അങ്ങോട്ട് കൊണ്ടുപോകാൻ. അവസാനം വൈകുന്നേരം ആവുമ്പോൾ ചാക്കിൽ നോട്ടെല്ലാം കെട്ടി, ചാക്കിൽ, അതും നിങ്ങളുടെ പാട്ട പെറുക്കുന്നവർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചാക്കിൽ വാരി കെട്ടി നേരെ ഒരു ഓട്ടോറിക്ഷയിലിട്ട് ഇത് കൊണ്ടുപോകും. ഇവന്റെ വണ്ടിയെ വഴിക്ക് തടഞ്ഞു നിർത്തി പരിശോധിച്ചേക്കും. വണ്ടിക്ക് നേരെ തോക്കുമായിട്ട് നിന്നേക്കും. മനസ്സിലായില്ല? വളരെ കൂളായിട്ട് കൊണ്ടുപോകും. 100 കണക്കിന് ആളുകൾ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ നടത്തുന്നു, 100 കണക്കിന് അഡ്വർടൈസ്മെന്റ് നടത്തുന്നു. മഹാരാജാവ് അഡ്വർടൈസ്മെന്റ് ഒന്നും നടത്താറില്ല. മഹാരാജാവിനുള്ളതൊക്കെ മഹാരാജാവിന്റെ അടുക്കലേക്ക് വരികയാണ്. മനസ്സിലായില്ല? ഇനിയും പ്രാരബ്ധം മനസ്സിലായില്ല. ഇങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂ, പേരൊക്കെ പ്രകടമായി പറഞ്ഞുതരാൻ പറ്റിയല്ല. അപ്പൊ അതുകൊണ്ട് പ്രാരബ്ധം എന്നത് നമ്മൾ അടുക്കിലേക്ക് വിടുന്ന, പ്രാരബ്ധത്തെ അറിഞ്ഞ് നീങ്ങണം. അല്ലാതെ പുരുഷാർത്ഥവും പ്രാരബ്ധവും, ചിലയിടത്ത് പുരുഷാർത്ഥവും പ്രാരബ്ധവും ഒന്നിച്ച്, ചിലയിടത്ത് പ്രാരബ്ധം മാത്രം, ചിലയിടത്ത് പുരുഷാർത്ഥം മാത്രം. അപ്പൊ ചിലപ്പോൾ നഷ്ടം, ചിലപ്പോൾ ലാഭം. പുരുഷാർത്ഥ പ്രാരബ്ധങ്ങൾ രണ്ടും ചേർന്ന്, എന്നാൽ അധിക തരം പ്രാരബ്ധാധീനം. സ്ഥിതപ്രജ്ഞനിൽ പുരുഷാർത്ഥമില്ല. അതാണ് മെച്ചം. പ്രാരബ്ധാനുസാരം വന്നു ചേരുന്നു, അത് അദ്ദേഹം അറിയുന്നു. അതിലൊന്നും യാതൊരു ചലനവുമില്ല. ഇത് പ്രാരബ്ധമാണ് ഈ വന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെയാണോ വേറെ ക്ലാസ്സിലാണോ എന്ന് എനിക്കറിയില്ല. എളുപ്പം ഓർത്തിരിക്കാൻ പരിചയമുള്ളൊരു മഹാത്മാവിൻ്റെ കഥ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെവിടെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പണ്ടൊരു മഹാത്മാവ് വീട്ടിൽ താമസിക്കുകയാണ്. വലിയ കോടീശ്വരന്മാരുടെ വീടാണ്. വലിയൊരു ഒട്ടേറെ പേരുണ്ട്. വലിയ കൂട്ടുകുടുംബമാണ്. എല്ലാം അധികായന്മാരാണ്. ലൗകികമായി മനുഷ്യന് നേടാവുന്ന എല്ലാ സാമ്രാജ്യങ്ങളും വെട്ടിപ്പിടിക്കുന്ന മഹാശാലന്മാരുടെ കുടുംബം, ശൗനകന്റെ കുടുംബം. മടുത്ത് വിരാഗത വന്ന് ചെറുപ്പത്തിലെ അയാൾ പോയി, സ്ഥലം വിട്ടു. അയാളിങ്ങനെ അവിടെ ഇവിടെ തെണ്ടി കാശിയിലെത്തി. അവിടെ ചെന്ന് അദ്ദേഹം പതുക്കെ ഒരു ആശ്രമത്തിൽ പഠിക്കാൻ പറഞ്ഞ പ്രാരബ്ധം കൊണ്ട് അയാൾ അവിടെ ചെന്ന് കുറെ കാലം കഴിഞ്ഞപ്പോൾ അയാളെ സുഹൃത്തുക്കളും സഹപാഠികളും ഗുരുവും കൂടെ പിടിച്ച് മഠാധിപതിയായി. അപ്പോൾ അയാൾ മഠാധിപതിയായപ്പോൾ പലതും ഇങ്ങനെ വന്നു ചേരാൻ തുടങ്ങി. കെട്ടിടമായി വലുതായി വളരാൻ തുടങ്ങി. വിരാഗതവും കുറച്ചായപ്പോൾ അയാൾ തീരുമാനിച്ചു, എടാ അതെല്ലാം കളഞ്ഞേച്ച് ഇവിടെ വന്നു. അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്വസ്ഥത പോകാൻ മണ്ണാങ്കട്ട. അയാൾ നേരെ അവിടുന്ന് വിട്ടു. ഒരു ദിവസം രാവിലെ എല്ലാവരെയും വിളിച്ചു ഇരുത്തിയിട്ടൊക്കെ പറഞ്ഞു, അത്യാവശ്യ യാത്രയുണ്ട്, ചിലപ്പോൾ ഞാൻ വരാൻ അല്പം താമസിച്ചേക്കും, ബാക്കി അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യണം, ഇയാളാണ് അടുത്ത ആളെന്നൊക്കെ പറഞ്ഞ് അയാൾ മുങ്ങിപ്പോയി. ഇനിയൊരു ശല്യമൊന്നും ഉണ്ടാകരുതെന്ന് വെച്ചാൽ ഗംഗയുടെ തീരത്തൊരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്. ഒരു കുറച്ച് ദിവസം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് പ്രവചനമൊക്കെ കേൾക്കാൻ തുടങ്ങി, വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ പുതിയ പേരിൽ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയത്. വരുന്നവർ കുറേശ്ശെ
നമുക്കൊരു കക്കൂസ് വേണ്ടേ, ഒരു കുളിമുറി വേണ്ടേ? അങ്ങനെയാണല്ലോ നിങ്ങൾ ഈ ഗൃഹസ്ഥന്മാരുടെ പണി. വന്നു കഴിഞ്ഞാൽ ആദ്യം കക്കൂസ് സ്വന്തമായി വേണം, കുളിമുറി സ്വന്തമായി വേണം, പിന്നെ താമസിക്കാനൊരു റൂം വേണം, പിന്നെ ഭാര്യ വന്നാൽ കിടക്കാനൊരു റൂം വേണം, പിന്നെ പിള്ളേര് വന്നാൽ വേണം. സ്വാമിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല, ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ചെയ്ത് അവസാനം ഇതിൻ്റെയൊക്കെ കാവൽക്കാരനായിരിക്കേണ്ട ഗതികേടിൽ സ്വാമിയാരെത്തി. കാരണം വരുന്നയാൾ സ്വാമി വേറെ ഒന്നും ചെയ്യേണ്ട, ഇവിടെ ഇരുന്നാൽ മതി. ആരെങ്കിലും ദക്ഷിണ കൊണ്ടുവച്ചാൽ ഒന്ന് നോക്കണം, കാരണം മറ്റവനൊരു ചെറിയ കള്ളനാണ്. അവസാനം ഈ കണക്കെഴുത്തും പരിപാടിയൊക്കെ കൂടായി പതുക്കെ പ്രാരബ്ധമൊക്കെ കൂടി വന്നപ്പോൾ സ്വാമിയാർ തീരുമാനിച്ചു ഇനി ഇവിടെ രക്ഷയില്ല. സ്വാമിയാർക്ക് വൈരാഗ്യം വീണ്ടും വന്നു. ഈ വൈരാഗ്യം പെട്ടെന്നാണ് വരുന്നത്. വൈരാഗ്യം വന്നപ്പോൾ ഇവിടുന്ന് വിട്ടു. ഇനി ഒരു കാരണവശാലും മനുഷ്യൻ വരുന്ന ഏരിയയിൽ വേണ്ടാന്ന് തീരുമാനിച്ചു. അദ്ദേഹം പോയി നർമ്മദാ തീരത്തൊരിടത്ത് ഒരു ഗ്രാമത്തിന്റെ അരികിൽ ചെറിയൊരു ചോപ്പടിയൊക്കെ കെട്ടി പതുക്കെ അവിടെ ഇരിപ്പായി. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഓർമ്മ. കെട്ടിയിരിപ്പായി. കുറച്ചാൾ ഇരുന്നപ്പോഴേക്ക് ഒരു ശവം അതിലെ വരും. ശവമാണെന്നാണ് കഴിച്ചു. വലിച്ചു കയറ്റി വെച്ചു. ഒരു ബംഗാളിയുടെ ശരീരമാണ്. അത് വലിച്ചു കയറ്റി വെച്ച് അറിയാവുന്ന പണിയൊക്കെ ചെയ്തു. മുട്ടയിലൊക്കെ കിടത്തി വെള്ളമൊക്കെ കളഞ്ഞ് ഒരുമാതിരിയൊക്കെ ശരിയാക്കി കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾ ഏറ്റു നടക്കാറായി. കഞ്ഞിയൊക്കെ കൊടുത്തു. അയാൾ പുറത്തുപോയി എവിടുന്ന് ഒരു ഫോൺ വിളിച്ചു. ചോപ്പടിക്കാത്ത ഫോണൊന്നുമില്ല. അയാൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ മക്കളും കൂടെ വന്നു. കോടീശ്വരന്മാർ വന്നപ്പോൾ തൻ്റെ അച്ഛനെ രക്ഷിച്ച ആളാണ്. ഇങ്ങനെ ഈ ചോപ്പടിയിൽ ഇരുത്തിയാൽ പറ്റിയല്ല. അവരവിടെ വലിയൊരു ഏക്കർ ഒരാശ്രമവും ഒരു ഗുരുകുലവും ഒക്കെ കൂടി ഭാവന. ഇപ്പം മഹാത്മാവ് തീരുമാനിച്ചു സംഗതി ഗതികേടാണ്. ഇങ്ങനെയാണ് ഈ പ്രാരബ്ധം കയറുന്നത്. പ്രാരബ്ധം എവിടെ പോയാലും വരും. അതുകൊണ്ടൊന്നും വലിച്ചെറിഞ്ഞ് പോകണ്ട. എന്തെല്ലാം ആഗ്രഹിച്ചു പോയാലും പ്രാരബ്ധമില്ലെങ്കിൽ കിട്ടുക. ഇന്ന് പട്ടിണി കിടക്കുകയാണെന്ന് തീരുമാനിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഒരു മഹാത്മാവ് പോയി കിടക്കുകയാണ്, റെയിൽവേയുടെ ബെഞ്ചേല്. ഇന്നിനി ഒന്നും കഴിക്കുന്ന പ്രശ്നമില്ല. എടുത്തും ഭിക്ഷ എടുക്കാനും പോകുന്നില്ല. ഒന്ന് വളരെ സമ്പന്നരായ ആളുകൾ സ്വാമിയുടെ വീട്ടിൽ ഇല്ല. കാരണം ഒരു വണ്ടി കാത്തു നിൽക്കുകയാണ്. അവരോട് പറഞ്ഞു വണ്ടി കാത്തു നിൽക്കുകയാണ്. കള്ളം പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ അവരുടെ കൂടെ പോകേണ്ടി വരും. നേരം വിളിച്ചായിട്ടാകാമെന്ന് വിചാരിച്ച് ബെഞ്ചേ കിടക്കുകയാണ്. അപ്പോൾ ഇതിന്റെ കിടപ്പിന്റെ സുഖമെന്നറിയാനാണ് കിടക്കുന്നത്. അത് സമ്മതിക്കാതെയാണ് പരിചയക്കാരെങ്കിലും അതിലെ വന്നാൽ വിളിക്കുന്നത്. ഇവനെയൊക്കെ ഒരു തരത്തിൽ ഒഴിവാക്കി കിടന്നപ്പോഴാണ് ഈ ഭിക്ഷ എടുക്കുന്ന ആന്ധ്രക്കാർ അപ്പുറത്ത് അവരവിടെ തന്നെയാണ് പാത്രമൊക്കെ വെച്ച് കഞ്ഞി കുടിക്കുന്നത്. അതിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തള്ള കണ്ടു. ഒരു മഹാത്മാവ് അവിടെ കിടക്കുന്നു. അവൾ വേഗം പോയി ആ പാത്രമൊക്കെ മാറ്റി വേഗം ഒരു പാത്രം എടുത്ത് നല്ലപോലെ ചാരമൊക്കെ ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി ശുദ്ധമായ വെള്ളമൊക്കെ പിടിച്ച് കുറച്ച് അരിയൊക്കെ അടുപ്പിട്ട് കഞ്ഞിയൊക്കെ വെച്ച് ഒരു പാത്രത്തിനകത്ത് കഞ്ഞിയും ഒക്കെ ആയിട്ട് മഹാത്മാവിൻ്റെ അടുക്കലെത്തി. സ്വാമിജി, ഞാൻ അങ്ങയ്ക്ക് കഞ്ഞി തരാൻ വേണ്ടി മാത്രം ഇപ്പൊ പോയി കുളിച്ച് അങ്ങയ്ക്ക് കഞ്ഞി തരാൻ വേണ്ടി മാത്രം എൻ്റെ പാത്രമെല്ലാം നന്നായി കഴുകി, ഞങ്ങൾ കഴിക്കുന്ന പോലൊന്നും അല്ലല്ലോ എന്ന് ധരിച്ച് കഴുകി. അതിനാണ് ഈ പ്ലേറ്റും ഒക്കെ വാങ്ങിച്ച് ആദ്യമായിട്ട് വാങ്ങിച്ച പ്ലേറ്റാണ് അങ്ങ് ഈ കഞ്ഞി കുടിക്കണം. മഹാത്മാവ് ആലോചിച്ചു, ദൈവമേ, എവിടെ ചെന്നാലും കിട്ടാനുള്ളത് കിട്ടും. അതേസമയത്ത് അപ്പുറത്ത് 4 ദിവസമായിട്ട് പട്ടിണി കിടക്കുന്നവനുണ്ട്. ഒരു രക്ഷയില്ല. അവന് പറഞ്ഞിട്ടില്ലേ നിയമം? ആര് ഈ നിയമം ചേഞ്ച് ചെയ്യും? മാനവൻ എന്ന് ഈ നിയമം ചേഞ്ച് ചെയ്യാൻ കഴിയും? ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഏൻ ലക്ഷിപ്പൻ എന്ന് പറയുന്ന എല്ലാ ചാന്നാനും മനസ്സിലായില്ല അല്ലേ? ഒരുപാട് ചാന്നാന്മാർ ഈ ലോകം ലക്ഷിക്കാൻ പോകുമ്പോൾ പ്രാരബ്ധത്തിന്റെയും സഞ്ചിതത്തിന്റെയും ആഗന്തുകത്തിന്റെയും നിയമങ്ങൾ ആറ് മാറ്റും. ഇതായിരുന്നു ഭാരതത്തിൽ നിലനിന്നിരുന്നതായ നിയമം. ഇതിനെതിരെ ഏറ്റവും അധികം ഒച്ചവെച്ചത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ എന്ന മഹാത്മാവാണ്. നിങ്ങളുടെ പ്രാരബ്ധം, നിങ്ങളുടെ സഞ്ചിതം, ആ പുസ്തകങ്ങളൊക്കെ കൊണ്ട ചൂട്, അതൊക്കെ ചുട്ട് കളഞ്ഞിട്ട് പ്രസ്ഥാനങ്ങൾ ഒട്ടേറെ വളർന്നിട്ട് സഞ്ചിതത്തിന്റെയും പ്രാരബ്ധത്തിന്റെയും ആഗന്തുകത്തിന്റെയും നിയമം മാറിയോ? ചോദ്യം മനസ്സിലായില്ല. അതോ അത് തന്നെ ഇന്നും നിലനിൽക്കുന്നുവോ? ശരിയല്ല. ഒട്ടേറെ നിയമങ്ങൾ മാറ്റിമറിച്ചു. പഠിക്കുന്നവൻ പഠിക്കണമോ പഠിക്കാത്തവൻ പഠിക്കണമോ?
ചോദ്യം മനസ്സിലായില്ല. അങ്ങനെ ഒരു നിയമം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു നിയമം നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ നിയമത്തെയും വെട്ടുന്നൊരു പ്രാരബ്ധ നിയമം പുറകിൽ കിടക്കുക. മാനവനിർമ്മിതമായ ഏത് നിയമം രംഗപ്രവേശം ചെയ്യുമ്പോഴും അതിന്റെ പിന്നിൽ കളിക്കുന്ന മായ സമഷ്ടിയെ മാറ്റിമറിക്കുന്നു. ശരിയല്ല? അല്ലെങ്കിൽ ഇറ്റലിയുടെ ഒരു മൂലയിൽ ഏതോ ചായക്കടയിൽ അപ്പം ചുട്ടു നടന്ന പെണ്ണ് അനായാസം ഒരു രാജ്യത്തിന്റെ ഭാഗതയം നിയന്ത്രിക്കാൻ അപ്രതിമന്മാരായ രാഷ്ട്രീയ മുതലകൾക്ക് മുകളിൽ. ശരിയല്ല? കാരണം അവർ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരേ കുടുംബമാണ്. ഇത്ര ഭംഗിയായി കയറി വരുമോ പ്രാരബ്ധമാ നിയമം? യു കൺ ഫോളോ. പ്രാരബ്ധം മാത്രമാണ് ലോക നിയമം, അല്ല ഒരു നിയമമില്ല. അതറിയുന്നത് സുഖം. അപ്പൊ ആ കഥ കൊണ്ട് ഏതാണ്ട് കാര്യം പിടികിട്ടിന്ന് വിചാരിക്കാം. വേവലാതി ഇല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞനായി. വേവലാതി വന്നാൽ പ്രജ്ഞ പോയി. ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വേവലാതിയില്ല, ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വേവലാതിയുണ്ട്. മനസ്സിലായില്ല? ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരു വേവലാതിയില്ല. ഈ ലോകത്തിൽ ഞങ്ങളെ ബന്ധിക്കാത്ത ബാക്കിയുള്ളവരെ ബന്ധിക്കുന്ന ഒരു കാര്യത്തിലും ഇന്നോളം ഞങ്ങൾ വേവലാതിയുള്ളവരല്ല. ഞങ്ങൾ അവിടെ സ്ഥിതപ്രജ്ഞന്മാരാണ്. ഞങ്ങളെ നേരിട്ട് ബന്ധിക്കുന്ന കാര്യം വരുമ്പോ പ്രജ്ഞ ഒന്ന് ഇളകാറുണ്ട്. മനസ്സിലായില്ല? അത് നല്ലത്, അത് നല്ലത്. പൊളിറ്റിക്സിലായിരുന്നെങ്കിൽ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോ സ്ഥിതപ്രജ്ഞന്റെ പുരുഷാർത്ഥം കൂടി പുരുഷാർത്ഥാഭാസമാണ്. അപ്പോ അല്പമെങ്ങാനും ഉണ്ടെങ്കിൽ അതുപോലും പുരുഷാർത്ഥ ആഭാസമാണ്. അപ്പോ വളരെ കുറച്ചു മാത്രം സേട്ടിൻ്റേത് പുരുഷാർത്ഥം. ഏതൊന്ന് സ്വേച്ഛാപൂർവ കാര്യമാണോ അത് പുരുഷാർത്ഥം എന്നറിയപ്പെടുന്നു. സ്വേച്ഛാപൂർവം. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ ഫലം പുരുഷാർത്ഥമാണോ പ്രാരബ്ധാണോ എന്നറിയാൻ അത് സ്വേച്ഛയാണോ നോക്കുക. പ്രാരബ്ധ പരിണാമാശ്രിതം എന്നതിന് പറയാം. അതിൽ ചേർന്ന് നിൽക്കുന്ന പുരുഷാർത്ഥം ആഭാസമാത്രം. പ്രാരബ്ധ പരിണാമാസ്പദം അത് അനിച്ഛ അഥവാ പരേച്ഛ. അതാണ് ഗീത വളർത്താൻ ശ്രമിക്കുന്നത്. ലോകം നന്നാകാനുള്ള വഴിയും അതാണ്. ശാസ്ത്രം നിങ്ങൾ പഠിക്കും തോറും, അറിവ് നിങ്ങൾക്ക് ദൃശ്യങ്ങളെക്കുറിച്ച് വരും തോറും സ്വേച്ഛ വർദ്ധിക്കും. പണ്ട് കാലത്തൊരു, അതായത് സ്വാമിജി വിവേകാനന്ദൻ യൂറോപ്പിലൊക്കെ പോയി വന്ന് അവിടുത്തെ സംഘടന കണ്ട്, അതിന്റെ വലിപ്പം കണ്ട്, അതുണ്ടാക്കുന്ന മേന്മയൊക്കെ കണ്ട് ഞെട്ടിത്തിരിച്ച് കേരളത്തിൽ വന്ന് സംഘടിതമായ ശക്തികൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ആദിമകാലത്തുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക സംഘടനകൾ ഉണ്ടാകുമ്പോൾ അന്ന് കൂടിയിരിക്കുമ്പോൾ അതിന്റെ മീറ്റിങ്ങിൽ വെച്ച് നീ പ്രസിഡന്റ് ആകും, നീ ആകും, നീ ആയാ മതി എന്ന് പറയാനായിരുന്നു പരസ്പരം മത്സരിച്ചിരുന്നത്. Am I right? അതിവിടെ നിലനിന്ന സംസ്കാരത്തിന്റെ വലിപ്പമാണ്. പിടികിട്ടില്ല. അന്ന് ആധ്യാത്മിക രംഗങ്ങളിൽ പോലും ആരെങ്കിലും ഒന്ന് വിളിച്ചു കൂട്ടിയാൽ അദ്ദേഹം ആയാ മതി. പിള്ളേരാകട്ടടാ, ഇതൊക്കെ നമ്മള്, കാരണം അവരല്ലേ ഓടി നടക്കുക. പിള്ളേരാകട്ടെ, നമുക്ക് ഇവിടെ ഇരുന്നാ പോരെ. ഇന്ന് പ്രായമുള്ളവർ, നിങ്ങളുടെ ലോകപരിചയം ഞങ്ങൾക്കില്ല, നിങ്ങളാകണം, ഞങ്ങൾ പിന്നിൽ നിൽക്കാം. ശരിയാണ്. ഇങ്ങനെയായിരുന്നു അന്ന്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോ ഞാനാകാമായി. എന്നിട്ട് ഞാനുണ്ടല്ലോ, ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ സംഗതിയൊക്കെ മാറി. അത് വരട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. അത് കേട്ടിട്ട് തീരുമാനിക്കുക ഇപ്പൊ അങ്ങനെയാണോ. അതിന്റെ അടുത്ത സ്റ്റേജാണ് ഞാനാകാം.
എന്നെ അടുത്ത സ്റ്റേജ്, എന്നെ ആക്കിയില്ലെങ്കിൽ ഞാൻ പുറത്തു പോവാ, നിങ്ങൾക്ക് എതിരായി. ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കൂട്ടണ്ട. ഞാൻ ആധ്യാത്മിക സന്യാസത്തിനൊന്നും പോകില്ല. ആധ്യാത്മിക മീറ്റിംഗാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? മറ്റവൻ പറയുന്നത് ഞാൻ രാഷ്ട്രീയ സന്യാസത്തിനൊന്നും പോകില്ല, ഞാൻ ഉണ്ടാവും ഇവിടെ. ശരിയല്ല, ശരിയല്ല. ഇത് ഞാനാകാം. ഇപ്പൊ സംഗതി കുറെ കൂടെ മാറി. ആദ്യം ഇവരാകട്ടെ, 2 ഞാനാകാം, 3 എന്നെ ആക്കിയില്ലെങ്കിൽ ഭീഷണിയായി. ശരിയാണ്. ശാസ്ത്രത്തിന്റെ പുരോഗതി നോക്കണം. ഇപ്പോ കുറച്ചു പേരെ നേരത്തെ തന്നെ ചട്ടം കെട്ടി പഴയ സംസ്കാരം എനിക്കുണ്ടെന്ന് കാണിക്കാൻ അതിനെ മാർക്കറ്റ് ചെയ്യുമാറ് ചേട്ടനാകണം. നിങ്ങൾ അങ്ങനെ നിർബന്ധിക്കരുത്, ഞാനാവുകയില്ല. മനസ്സിലായില്ല? എന്റെ ഗ്രൂപ്പിനെ ഞാൻ വെച്ച് എന്നെ ഗ്രൂപ്പ് നിർബന്ധിച്ചിട്ട് എല്ലാവരുടെയും നിർബന്ധത്തിനാണ് എന്ന് വരുത്തി ഞാനാവുക. ശരിയല്ല. ഭാരതീയ സംസ്കാരത്തിന്റെ പോക്ക് വസ്തുനിഷ്ഠമായി പഠിച്ചു നോക്കുക. പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി, അനിച്ഛാപൂർവകം. അതാ മനുഷ്യ പുരോഗതി. അതാ ഇവിടെ നിലനിന്നിരുന്നത്. അന്നാ ഈ സൗഭാഗ്യമൊക്കെ ഉണ്ടായത്. സമഷ്ടി അനിച്ഛയിലേക്ക്, പരേച്ഛയിലേക്ക് കർമ്മത്തെ കൊണ്ടുവരുന്നു. കുടുംബത്തിൽ കുടുംബകാരണവർ പരേച്ഛയ്ക്കും അനിച്ഛയ്ക്കും അനുസരിച്ച് മുഴുവൻ സമ്പാദിച്ചു വെച്ചത്. വളരെ കർക്കശമായി ഇവിടുത്തെ കോടീശ്വരന്മാരാണെന്ന് തോന്നിയിരുന്ന ജന്മികൾ സമ്പാദിച്ചു വയ്ക്കുമ്പോൾ തൊഴിലാളി ചോദിച്ചാൽ അല്പം മാത്രമേ കൊടുത്തുള്ളൂ, കൂടുതലൊന്നും കൊടുത്തില്ല. പക്ഷേ മഴക്കാലം ആകാറാകുമ്പോൾ ഇവനെല്ലാം അവിടെ ചെല്ലും, അന്ന് വാരി കൊടുക്കും. കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഒട്ടേറെ അവകാശങ്ങൾ പറഞ്ഞ് ചെല്ലും. ആ ചെല്ലുമ്പോൾ അതെല്ലാം വാരി കൊടുക്കും. ഇത് അവന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അവൻ ഒരു ദിവസം കൊണ്ട് തിന്നു തീർക്കും. മനസ്സിലായില്ല? അപ്പൊ അയാൾ സമ്പാദിച്ചത് പരേച്ഛാപൂർവമാണ്. അന്ന് ഇവിടുത്തെ ഒരു മുതലാളിക്കും വേരുകളില്ല. അയാൾക്കെതിരെ നിങ്ങൾക്ക് സമരം ചെയ്യാം, അയാളെ നിങ്ങൾക്ക് തോൽപ്പിക്കാം. ഒരു മുതലാളിയും സംഘടിതമല്ല. അയാൾക്ക് പൗരോഹിത്യത്തിന്റെ പിൻബലമില്ല. ഇന്ത്യൻ മുതലാളിത്തത്തിന് പൗരോഹിത്യ പിൻബലമോ ഇന്ത്യൻ മുതലാളിത്തത്തിന് സ്ഥായിയായ വേരുകളോ ഇല്ലാതിരിക്കെ പരേച്ഛാപൂർവകമായ ജ്ഞാന തപസ്സിലൂടെ രൂപപ്പെട്ടതിനെ ആധുനിക സമൂഹം വിപ്ലവങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും തകർത്തെറിഞ്ഞ് നേടിയ ജനാധിപത്യത്തിൽ പാശ്ചാത്യമായ വേരുകളുള്ള 2 പൗരോഹിത്യ പ്രേഷണമുള്ള മുതലാളിത്തം ഉറച്ചു വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പൂർവികർ നടത്തിയ സമരം ഈ മുതലാളിത്തത്തെ വേരുറപ്പിക്കുവാനായിരുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തുന്നൊരു നാടിൽ നിങ്ങളുടെ സന്തതി പരമ്പരകൾ കടിമകളായി ജീവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് നിങ്ങളുടെ സമരങ്ങൾക്ക് പ്രസക്തിയില്ലാതെ വരുമ്പോൾ നിങ്ങളുടെ പിഞ്ചോമനകളെ പീഡിപ്പിച്ചാൽ അത് പൗരോഹിത്യത്തിന്റെ അവകാശമായിത്തീരുന്നൊരു കാലഘട്ടത്തിൽ അന്ന് നിങ്ങൾ എന്തു മറുപടി പറയുമെന്ന് ഇന്ന് ആലോചിക്കുന്നത് ഉചിതമാണ്. മനസ്സിലായില്ല? 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 ചരിത്രത്തിന്റെ ഈ നിയോഗമാണ് സമഷ്ടി പ്രാരബ്ധത്തിന്റെ മുന്നേറ്റം. അത് കാണാൻ വളരെ രസമാണ്. ഇങ്ങനൊരു ചരിത്ര നിയോഗവും സമഷ്ടിയുടെ പ്രാരബ്ധത്തിലുണ്ട്. കാണാമല്ല, കാണാമല്ല. കണ്ണൊന്ന് തുറന്നു നോക്കുക. ഇന്നലെ നിങ്ങൾക്ക് സ്കൂളുകളിൽ സമരം ചെയ്യാമായിരുന്നു. ഇന്ത്യയുടെ ശരിയല്ല. ഇന്ന് നിങ്ങൾ സമരം ചെയ്യാൻ പോയ ഗുണ്ടകളെ വെച്ച് അടിച്ചോടി. ഇന്നലെ നിങ്ങൾ കപ്പാസിറ്റി പൂട്ടിക്കാമായിരുന്നു. നാളെ അത് വേരുകളുള്ളൊരു മുതലാളിത്തം വിലയ്ക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പൂട്ടിക്കാനാവില്ല. നിങ്ങളുടെ മുട്ടിന് താഴെ ഭാഗം കാണുകയില്ല. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇതാ നിങ്ങളും നിങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളും നിങ്ങളുടെ സാമൂഹ്യ സംഘടനകളും കൂടി കഷ്ടപ്പെട്ട് നേടിയത്. ശരിയല്ല?
ശരിയല്ല? നല്ലപോലെ ആലോചിച്ചു നോക്കുക. അതുകൊണ്ട് പ്രാരബ്ധത്തിന്റെ ലോകം പഠിക്കാനൊരുങ്ങുമ്പോൾ രസകരമായ പഠനമാണ്. ഇവിടെ മാറ്റം വരുത്താൻ ശിക്ഷക വർഗത്തിന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഇതിന്റെ ശോചനീയാവസ്ഥ. ആയുധങ്ങൾക്ക് പറ്റില്ല. ആയുധങ്ങൾ അപര്യാപ്തങ്ങളാണ്. ആയോധന കല പ്രാരബ്ധ ലോകത്തിന്റെ സഞ്ചിത ലോകത്തിന്റെ സമീപത്തെങ്ങും എത്തുന്നില്ല. നല്ലപോലെ അറിഞ്ഞ കൃഷ്ണനാണ് ഇത് പഠിപ്പിക്കുന്നത്. അതാണ് ഭാരതീയ സംസ്കൃതിയുടെ ശാന്തിതമായ ലോകങ്ങളും അതാണ്. അതുകൊണ്ട് ഇതിന് സാമൂഹ്യം, കാരണം ഞാനിതെല്ലാം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ പഠിച്ചിട്ടെന്താ കാര്യം? പഠിച്ചാൽ ഇതും കൂടെ ഉണ്ട്. ഇതിന്റെ സാമൂഹ്യ തലവും ഇത് തന്നെയാണ്. ബാക്കി ഏത് തരത്തിൽ നിങ്ങൾ ഇതിന്റെ സാമൂഹികതയിലേക്ക് പോയാലും നിങ്ങളും അതിൽ പെടും. അത്ര വിപുലമാണ്. അപ്പൊ അനിച്ഛ അഥവാ പരേച്ഛാപൂർവകം ന കാമകാമി എന്ന് വിശേഷണം മുമ്പിൽ ആ വിശേഷണമുണ്ട്. ഈ വിശേഷണം കൊണ്ട് പൂർവോക്തമായ അർത്ഥത്തിന്റെ സമർത്ഥനം കിട്ടുന്നു. കാമം ഭോഗ്യ വിഷയം, അതിന്റെ കാമനയുള്ളവൻ കാമകാമി. സ്വേച്ഛാപൂർവക പ്രയത്നം കൂടി കാമകാമി തന്നെ ചെയ്യുന്നു. എനിക്കൊന്നിൽ ഇച്ഛ വന്നാൽ കാമമായി, അതുണ്ടായാൽ പ്രാരബ്ധാധീനമല്ലാതായി, പുരുഷാർത്ഥമായി. പുരുഷാർത്ഥമായാൽ ക്രോധാദികളുടെ കടന്നുവരവായി, യുദ്ധമായി, ഹിംസാത്മകമായി. അങ്ങനെയല്ലേ അർജുന നിങ്ങളിവിടെ വന്നിരിക്കുന്നത്? അതല്ലാതെ ഏതാ വഴി? ഇവിടെ ആർക്കു വേണ്ടിയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്? അതാണല്ലോ ന്യായമായ ചോദ്യം. പരേച്ഛ ഇവിടെ എവിടെയാണ്? അനിച്ഛ ഇവിടെ എവിടെയാണ്? ആയുധത്തിലേക്ക് കൈകൾ നീങ്ങുന്നത് സ്വേച്ഛാപൂർവകമായ കാമത്തിന്റെ പരിസമാപ്തിയിലാണ്. ശരിയല്ല? അത് വളർന്ന് മാത്രം ആയുധം എടുക്കുന്നത്. കാമാൽ ക്രോധം, ക്രോധാൽ സമ്മോഹം, സമ്മോഹാൽ സ്മൃതിവിഭ്രമം, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശം, ബുദ്ധിനാശാത് പ്രണാശം. ഭരണാധികാരികൾക്ക് ഈ വഴിയല്ലാതെ ഏത് വഴിയാ ഉള്ളതെന്ന് ഇലക്ഷൻ വരുമ്പോൾ ആലോചിച്ച് നോക്കും. ഇപ്പോഴാണ് ഇതൊക്കെ ശരിയാണോ എന്നറിയാൻ ഹെഡിങ് വായിച്ചു നോക്കേണ്ടത്. കൂടുതൽ വായിച്ചാൽ നിങ്ങളും കൂടെ കാമത്തിൽപ്പെടും. ഹെഡിങ് വായിക്കാവും, ഹെഡിങ് വായിച്ചാൽ മതി. ബാക്കിയൊക്കെ ഇത് തന്നെയാണ് താൻ. കാമം, ക്രോധം, മോഹം, അല്ലേ? സമ്മോഹം, സ്മൃതിവിഭ്രമം, ബുദ്ധിനാശം, പ്രണാശം. ഇല്ലാത്ത ഏത് പാർട്ടിയുണ്ട്? ഇല്ലാത്ത ഏത് വ്യക്തിയുണ്ട്? ഇനി നിങ്ങളും കൂടെ ഈ മോഹത്തിൽപ്പെട്ടുപോയി കുത്തുന്ന കുത്ത്, ഉള്ളതിൽ ഭേദം തൊമ്മൻ, അവന് കുത്താനുള്ള പോക്ക്, ഇല്ലേ? കുറെ ആളുകൾ അങ്ങനെയാണ്. ഉള്ളതിൽ മോശം ഉമ്മൻ, അവന് കുത്താതിരിക്കാനുള്ള പോക്ക്. അങ്ങനെ തൊമ്മനും ഉമ്മനും ചേർന്ന്, ഇല്ലേ, ഈ ഭൂമിയെ മുഴുവൻ രസകരമാക്കുമ്പോൾ നിങ്ങളും കൂടെ കുത്തണ്ടേ? അവസാനം നിങ്ങൾ കുത്തിയത് പേപ്പറിലോ ഇലക്ട്രോണിക് മാധ്യമത്തിലോ നിങ്ങളുടെ നെഞ്ചിലോ എന്നാലോചിച്ചിരുന്നെങ്കിൽ. ചോദ്യം മനസ്സിലായില്ല? ഇതൊക്കെ മാറി നിന്ന് നോക്കിയാൽ മാറി നിൽക്കാൻ അറിയാവോ ഇല്ല. മാനസികമായി ഇങ്ങനെ മാറി നിന്ന് നോക്കാൻ അറിയാവോ ഇല്ല. അപ്പോഴാണ് ഇതിന്റെ രസം, ഈ ലോകത്തിന്റെ വൈചിത്ര്യം. അപ്പൊ സ്വേച്ഛാപൂർവകമല്ലേ അർജുന ഇതത്രയും? ശാന്തിയുടെ പ്രാപ്തി കാമപ്രവേശത്തിന്റെ ഫലമല്ലെന്ന് നീ അറിയുക. ശാന്തി കാമത്തിലൂടെ വരില്ല. ശാന്തി കാമിച്ച് നേടാനാവില്ല. ശാന്തി വേണമെന്ന് ആഗ്രഹിച്ചും ശാന്തി നേടില്ല. ശാന്തിയേ ഉള്ളൂ എന്ന് അറിഞ്ഞ് ശാന്തി നേടുക. ശാന്തി പോയത് കാമം കൊണ്ടാണ്. അതാണ് ഈ ചില ആളുകൾക്ക് സന്ധി പറയാൻ പോകും. സ്വാമി ഒന്ന് സന്ധി പറയണം. എടാ,
നിന്റെ കയ്യിലാ തെറ്റ്, മര്യാദയിരിക്കണം. പോടാ സ്വാമി. ഇപ്പൊ സ്വാമിയുടെ ഷേപ്പ് മാറി, സ്വാമി കയറി അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ചു, സന്ധി പറയാൻ വന്നതാ. അപ്പോൾ ഇവൻ ചിരിച്ചുകൊണ്ടൊരു പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഇത് തന്നെയാണ് ഞാനും അവനോട് കോപിക്കാൻ കാരണം. ഇനി എന്നോട് സന്ധി പറയണോ അവനോട് പറയണോ സ്വാമി തീരുമാനിച്ചാണ്. ഇപ്പൊ സ്വാമി കാര്യമായിട്ടില്ലേ, ഇതാണ് അവൻ 1.5 ആഴ്ച മുമ്പ് എന്നോട് പറഞ്ഞു. ഞാനിതൊന്ന് നോക്കുകയായിരുന്നു. അവന്റെ ചേട്ടനായ അവൻ ഇത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവനോട് ഈ പരിപാടിയായി. ഇത്ര ഉയരത്തിലിരിക്കുന്ന സ്വാമിയോട് എന്നെപ്പോലൊരുത്തൻ പോടാ സ്വാമി എന്ന് പറയുമ്പോഴേക്ക് സ്വാമിക്ക് തൊണ്ണയ്ക്ക് പിടിക്കണം തോന്നിയാൽ പിന്നെ ഞാൻ പിടിച്ചതാണോ തെറ്റ്? ഇത് മനസ്സിലായില്ല. ഇത്രയുള്ള എല്ലാ ചന്തി. അതിന് പകരം സന്ധി പറയാൻ പോകാതെ ആദ്യം ശാസ്ത്രം പഠിച്ചു നോക്കുക. സന്ധികളൊക്കെ പരാജയപ്പെടുന്നത് ഇങ്ങനെയാണ്. മാനവ ജീവിതത്തിൽ അവന്റെ അഹംബുദ്ധിയെ ത്വരിപ്പിക്കുവാനാണ് ഈ പ്രപഞ്ചം മായാവൃതമായി നിൽക്കുന്നത്. ഏതൊരുവൻ അതിൽ നിന്ന് പുറത്തു കിടക്കുന്നുവോ, ഏതൊരുവൻ ശാസ്ത്ര സത്യങ്ങളെ അതിന്റെ ഗഹനതകളെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുന്നുവോ, ഏതൊരുവൻ സ്വേച്ഛയെ പൂർണ്ണമായി വിട്ടിരിക്കുന്നുവോ, ഏതൊരുവൻ പ്രാരബ്ധത്തിനായി തന്റെ വപുവിനെ സമർപ്പിച്ചിരിക്കുന്നുവോ, അവനിവിടെ ശാന്തി നേടുന്നു. അതുകൊണ്ട് ശാന്തി കാമത്തിലൂടെ നേടില്ല, കാമപ്രാപ്തമല്ല ശാന്തി. ഇത്രയും പഠിച്ചാൽ എളുപ്പമായി. അങ്ങനെയെങ്കിൽ വിഹായ കാമാൻ, ഈ ഉത്തര ശ്ലോകത്തിൽ വിരോധം വരില്ലേ? അടുത്ത ശ്ലോകം അതാണ്. കാമങ്ങളെ ഉപേക്ഷിച്ചിട്ടെന്നാണ്. എവിടെ? കാമപരിത്യാഗത്തിന്റെ ഫലം സശാന്തിം അധിഗച്ഛതി എന്ന് പറയും. എന്നാൽ കാമപ്രാപ്തി ഉള്ളപ്പോൾ പോലും സമുദ്രം പോലെ നിരപേക്ഷമായിരിക്കുന്നത് സശാന്തിം ആപ്നോതി എന്ന് പറയും. രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. കാമം ആഗ്രഹിക്കാതെ അനിച്ഛാപൂർവകം വന്നു ചേരുമ്പോൾ ശാന്തിം ആപ്നോതി. കാമങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ശാന്തിം അധിഗച്ഛതി. ഇതാ രണ്ട് ശ്ലോകവും തമ്മിലുള്ള വ്യത്യാസം. നല്ലോലെ പഠിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ പിടിച്ചു നിർത്തിയിട്ട് ചോദ്യം ചോദിക്കും, അറിയാവുന്നവരാണ്. ഇവിടെ ഇങ്ങനെയും പറഞ്ഞു അവിടെ അങ്ങനെയും പറഞ്ഞു, ഇത് തരം പോലെ പറയുന്നതല്ലേ കൃഷ്ണന്റെ ഏർപ്പാടെന്ന് ചോദിക്കും. അതതിൻ്റെ ആ ദർശന സവിശേഷത മനസ്സിലാകും. മറ്റിടത്ത് ശാന്തി അധിഗച്ഛതി, ഇവിടെ ശാന്തി ആപ്നോതി. അത് തമ്മിലുള്ള ഭേദമാണ് അവിടുത്തെ പ്രശ്നം. അതാണ് എത്ര സൂക്ഷ്മമായിട്ടാണ് വാക്കുകൾ വ്യാസന്റെ ചുണ്ടിൽ കളിക്കുന്നത്. ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെയൊന്നും വരില്ല. നമ്മളിത് വ്യാഖ്യാനിക്കാനായിട്ട് പോലും നമ്മുടെ മാത്രം ഒരു അറിവുമായിട്ട് വ്യാഖ്യാനിക്കാൻ നമ്മുടെ ഇരിക്കുമ്പോൾ ഇതെല്ലാം ഒന്നാണ് എന്ന് തോന്നിപ്പോകും. ഒന്നല്ല, തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ. സശാന്തി ആപ്നോതി, ശാന്തിക്ക് മറ്റൊരു ശബ്ദം ഉപശമം. സർവോപശമം ശാന്തം, ഇതിനെ മോക്ഷം എന്ന് പറയും. സർവം ഉപശമിക്കുന്നത്, അതാ ശാന്തി. സർവ ഉപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേയ എന്ന് മാണ്ഡൂക്യം. അതിപ്പോ ഓർത്തു വെക്കണം. അവിടെയാണ് ശാന്തി. സർവ ഉപശമം, എല്ലാം ഉപശമിച്ചു, അപ്പൊ ശാന്തിയായി. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നു ചേർന്നാൽ കുഴപ്പമൊന്നുമില്ല, എല്ലാം വരാം. ഇത് ശ്രീധരസ്വാമി പറയുന്നുണ്ട്, പുസ്തകം ഓർക്കുന്നില്ല. കാരണം ലക്ഷ്മീപതിയെ ഭരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അങ്ങേര് നേരത്തെ തന്നെ ലക്ഷ്മിയെ ഭരിച്ചു വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ പൈസ കിട്ടാൻ വേണ്ടി അങ്ങനെ പോയി ഭരിച്ചിട്ട് എന്താ കാര്യം? വല്ലതും തരുമോ? അങ്ങേര് ലക്ഷ്മി ഭരണവും കഴിഞ്ഞ് ഇരിക്കുകയാണ്. ലക്ഷ്മി തന്റെയാണെന്ന് വിചാരിച്ച് ലക്ഷ്മിയെ ഭരിച്ചിരിക്കുന്നവനെ പൂജിച്ചാൽ എവിടെയാ ലക്ഷ്മിയെ കിട്ടുന്നത്? ലക്ഷ്മി വേണ്ടാത്തവന്റെ കയ്യിലുള്ളതേ ഇങ്ങി തരുള്ളൂ. മനസ്സിലായില്ല? അതുകൊണ്ട് സ ശിവം ശിവം അശിവം ശിവം ഭജിക്കാൻ പറയുന്നൊരു ശ്ലോകമുണ്ട് ശ്രീധരസ്വാമിയുടെ. അതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഉപശമമുള്ളത് അവിടെ ശിവമായിരിക്കുന്നത്. അപ്പോ സംസാരകാലത്തിൽ
ഈ അനന്ത ആത്മാ പരിച്ഛിന്നവർ കാണപ്പെടുന്നു. സംസാരത്തിൽ നമ്മൾ പെട്ടാൽ ആത്മാവ് പരിച്ഛിന്നവർ, ഏതാണ്ട് 3.5 കൈ നീളത്തിൽ അല്ലേ? 3.5 കൈ നീളമല്ലേ പറയാ? താഴേക്ക് പിടിച്ചു കഴിഞ്ഞാൽ 2 കൈയും പിടിക്കുമോ? 2ന്റെ കൂടെ 1.5 1.5 3 അല്ലേ? താഴേക്ക് പിടിക്കുമ്പോൾ 1.5 1.5, ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളമല്ലേ ഉള്ളത്? മനസ്സിലായില്ല? ഇവിടുന്ന് ഒരു ഇച്ചിരി മുകളിലേക്കും കൂടും, പിന്നെ ഒരു ഇച്ചിരി ഇങ്ങോട്ടും കൂടും. അങ്ങനെ മൊത്തം നോക്കിയാൽ ഒരു 3.5 കൈ നീളം, അത്രയാണ് ഈ ആത്മാവ്. മനസ്സിലായില്ല? അത് പിടിയിട്ടില്ല. നമ്മുടെ കൈക്ക് 3.5 കൈ നീളത്തിലുള്ള ആത്മാവേ നമുക്കറിയുള്ളൂ, അത് കൂടുതലില്ല. പക്ഷെ ഈ 3.5 കൈ നീളത്തിൽ കാണുന്ന ശരീര പരിമിതിയിൽ പരിച്ഛിന്നനായ ആത്മാവ് കാണപ്പെടുന്നത് ശരീരത്തിൽ സീമിതനായി. തുടർന്ന് ഈ പരിച്ഛിന്ന ആത്മാവിൽ ശരീരേന്ദ്രിയ താതാത്മ്യമുളവാകുന്നു. ആത്മാവില് ശരീരം, ഇന്ദ്രിയം ഇവയുടെ താതാത്മ്യം, അസ്മത് യുഷ്മത് ഭാവം. അതോടുകൂടി ശരീരാദി സംബന്ധമായ സുഖദുഃഖ സംബന്ധമുണ്ടാകുന്നു. അതിൽ ആത്മാവ് ഉദ്വിഗ്നനാകുന്നു. ഞാൻ സുഖി, ഞാൻ ദുഃഖി, ഇതൊക്കെ ആത്മാവ് ഉദ്വിഗ്നമാകുന്നു, അശാന്തമാകുന്നു. പരിച്ഛിന്നത കാരണമായി തൻ്റെ ഉള്ളിൽ അഭാവം കാണുന്നു. പരിച്ഛിന്നനല്ലെങ്കിൽ അഭാവമില്ല. അവന്റെ കയ്യിലൊരു പേനായിരിക്കുമ്പോൾ ആത്മാവ് പരിച്ഛിന്നനായതുകൊണ്ടാണ് അത് അവന്റെ കയ്യിലായിപ്പോയല്ലോ എന്ന ദുഃഖവും. മനസ്സിലായില്ല? അവന്റെ കയ്യിലാണല്ലോ അതെന്നുള്ള ദുഃഖം, അതെനിക്ക് വേണമെന്നുള്ള തോന്നലൊക്കെ ഈ പരിച്ഛിന്നത കൊണ്ടാണ്. പരിച്ഛിന്നത ഇല്ലെങ്കിലോ അതെന്റെ തന്നെയാണ്. ഒരിടത്ത് കയറിയിരുന്ന് ചിലർ കയറിയിരുന്ന് കഴിഞ്ഞാൽ രസകരമാണ്, ചിലർ കയറിയിരുന്ന് കഴിഞ്ഞാലും രസമാണ്. ചില ആളുകൾ ചില വീട്ടിൽ ചെന്നിരിക്കും, അതിഥിയായിട്ട് എന്നാണ് അല്പനേരത്തേക്ക് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത്. പുറത്തുനിന്നുള്ള ആളുകൾ വരും, ഈ നാട്ടുകാർ കൂലിക്കാരും മറ്റൊക്കെ വരും. അപ്പം വാതക്കൽ യഥാർത്ഥത്തിൽ ഓണർ തന്നെ നിൽപ്പുണ്ട്. തമ്പ്രാനെ ഒന്ന് കാണണമല്ലോ, കാണട്ടെ. ഇയാളെ തട്ടിമാറ്റിയിട്ടാണ് തമ്പ്രാനെ കാണാൻ വരുന്നത്, ഈ കസേരയിരിക്കുന്ന ആളിനെ. പാവം വന്നിട്ട് പറഞ്ഞു തമ്പ്ര. അപ്പം ഇയാളെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, അതാണ് തമ്പ്രാൻ ഇഷ്ടപ്പെടുന്നില്ല നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. തമ്പ്രാൻ എവിടെ നിൽക്കുന്നത്? അതാണ് തമ്പ്രാൻ. അവൻ സമ്മതിക്കില്ല. അയാളാ തമ്പ്രാൻ, എന്നാൽ എനിക്ക് വേണ്ട എന്നാ മട്ടില്ല. കാരണം അവനാ കാഴ്ച കൊണ്ട് തന്നെ ഒരു ബോധ്യം വന്നു. കാരണം ഇയാൾ പരിച്ഛിന്നത വെടിഞ്ഞയാളാണ്. അപ്പൊ എപ്പോഴാണോ നമ്മുടെ പരിച്ഛിന്നത പോകുന്നത്? അതാണ് ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരെ കാണാനാ വേലക്കാർക്ക് ഇഷ്ടം. മനസ്സിലായില്ല? ഓ ഇതൊന്നും അങ്ങേരെ കാണേണ്ട കാര്യമൊന്നും, നിങ്ങളെ കണ്ടാൽ മതി. അവർക്കറിയാം മറ്റവനെ കണ്ടായത് കിട്ടുകയില്ല. ചിലയിടത്ത് ഈ അബദ്ധവും പറ്റും. ചിലയിടത്ത് തന്തയെ കാണുന്നതിനേക്കാൾ നല്ലത് മകനെ കണ്ടാൽ മതി എന്ന് വിചാരിച്ചില്ലും. മകനിതിന് പലിശയൊക്കെ എടുത്തു എന്ന് സംശയം തോന്നും കുറെ കഴിയുമ്പോൾ. പിന്നെ ഒന്ന് തന്തയെ ഒന്നുകൂടെ കാണാം. തന്ത ഫോൺ വിളിച്ച് മകനെ വരുത്തിയിട്ട് ചോദിക്കും, വട്ടിക്ക് വട്ടി എടുത്താച്ച് പലിശ എടുത്തോ. ഇങ്ങനെ അബദ്ധവും പറ്റും. അതുകൊണ്ട് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക ആര് പരിച്ഛിന്നതയ്ക്ക് വെളിയിലാണ്. പണ്ട് കാലത്തൊക്കെ ഉപ്പും മുളകും ഒക്കെ വാങ്ങിക്കാൻ പോകും അടുത്ത വീട്ടിൽ. ശരിയല്ല. ചിലയിടത്തുനിന്ന് വാങ്ങിച്ചാൽ കൃത്യമായിട്ടത് മാർക്ക് ചെയ്യും കുപ്പിയുടെ സൈഡിൽ, ചുണ്ണാമ്പ് കൊണ്ടൊക്കെ. കണ്ടിട്ടില്ല? വെളിച്ചെണ്ണയൊക്കെ മേടിച്ചുകൊണ്ട് ഒരു മാർക്ക് ചെയ്യും. ഒരു ചുണ്ണാമ്പ് കൊണ്ടൊരു മാർക്ക് ഇടും, ഇത്രയും വെളിച്ചെണ്ണയാണ് കൊണ്ടുപോയത്. പക്ഷെ മേടിച്ചുകൊണ്ട് പോകുന്ന അതിലും എടുക്കണം, അത് തൂത്തിച്ച് താഴോട്ടൊരു മാർക്ക്. അവൻ കുറച്ചുകൂടെ പരിച്ഛിന്നനാണ്. ചിലരുണ്ട് ഈ മാർക്കൊക്കെ ഉണ്ടെങ്കിലും നിറച്ചുകൊണ്ടില്ല. മേടിച്ചത് മാർക്ക് വരെ ഉള്ളൂ, ആ മാർക്ക് മാത്രം മതി എന്ന് പറയുമ്പോൾ അതൊന്നും വിചാരിക്കേണ്ട. കാരണം നാളെ എനിക്ക് വന്ന് മേടിക്കേണ്ടതാണ്, അതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ. അവിടെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് തീരും. അവിടെ പരിച്ഛിന്നത ആർക്കാണില്ലാത്ത? കൊടുത്തവനാണോ തിരിച്ചു കൊണ്ടെന്ന് കൊടുത്തവനാണോ? തിരിച്ചു കൊണ്ടെന്ന് കൊടുത്തവൻ. അപ്പോൾ പരിച്ഛിന്നമായ ബോധം. ചിലർ ഓട്ടോറിക്ഷയിലൊക്കെ കയറിയ കാണാം, ഇരിക്കട്ടടാ, എനിക്ക് വേണ്ട, എനിക്ക് ഇത്രയും മതി. അങ്ങനെയൊന്നും അല്ല, നാളെ ഞാൻ മേടിച്ചോളാം, ഇരിക്കണം. പണ്ടൊരു സ്വാമിക്കൊരു വാച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്വാമി മേടിച്ചിട്ട് കൊടുത്ത സ്വാമിയുടെ
പോക്കറ്റിനകത്ത് ഇട്ടിട്ട് പറഞ്ഞു, ഐ ആം കീപ്പിംഗ് മൈ ഓൺ വാച്ച് ഇൻ മൈ ഓൺ പോക്കറ്റ്. എന്റെ വാച്ച് എന്റെ പോക്കറ്റിൽ തന്നെ ഇടുകയാണ്, ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇതെന്റെ പോക്കറ്റ് അല്ലെങ്കിലല്ലേ ഉള്ളൂ ഞാൻ കൊണ്ടുപോകേണ്ടത്. മനസ്സിലായില്ല? സോ ജീവിതം മുഴുവൻ പരിച്ഛിന്നത വെടിയാൻ കഴിയുന്നത് സംതൃപ്തി, പരിച്ഛിന്നമാകുന്നത് അസംതൃപ്തി. അർജുന, അത് നിനക്ക് കഴിഞ്ഞോ? അപ്പൊ ശരീരേന്ദ്രിയ താദാത്മ്യ അധ്യാസം കൊണ്ട് അതാണ് നിന്റെ അശാന്തിയുടെ കാരണം. പരിച്ഛിന്നത കാരണമായി തന്റെ ഉള്ളിൽ അഭാവം കാണുന്നു. രാജ്യം എന്റെ അല്ല എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തോന്നലില്ല. മനസ്സിലായ? ലക്ഷോപലക്ഷം ജനങ്ങൾ ഭാരതഭൂമിയിൽ അന്ന് ജീവിക്കുന്നുണ്ട്. അതിലൊരാൾക്കും എന്റെ അല്ല ഈ രാജ്യമെന്ന് തോന്നൽ വന്നിട്ടില്ല. ആർക്കാ പിന്നെ തോന്നിയത്? പാണ്ഡവന്മാർക്ക് മാത്രം. ആലോചിച്ച് നോക്കുക. അത് എന്റെയാണ് എന്ന് തോന്നിയത് ആർക്കാണ്? കൗരവന്മാർക്ക് മാത്രം. രണ്ട് റാസ്കൽസ് തമ്മിലുള്ളതാണ് എല്ലാ യുദ്ധവും. ജ്ഞാനവും അജ്ഞാനവും തമ്മിൽ യുദ്ധമില്ല. അതുകൊണ്ട് ലോകത്ത് അതെന്നും നടന്നുകൊണ്ടിരിക്കും. ലക്ഷക്കണക്കിന് ജനങ്ങൾ അധിവസിക്കുന്ന, കോടിക്കണക്കിന് സാധന സാമഗ്രികളുള്ള ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഞാനാണ് എന്ന് അഭിമാനിച്ചൊരുത്തനും, നീ അല്ല ഞാനാണെന്ന് അഭിമാനിച്ചൊരുത്തനും വരുന്നതിന്റെ വഴക്കുകളാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ കേൾക്കുന്നത് മുഴുവൻ, എല്ലാ പാർട്ടികളിൽ നിന്നും. ഈ വഴക്കെല്ലാം കഴിഞ്ഞ് സന്ധ്യയായിട്ട് വേണം ഇനി യവന്മാർ കയറിയിരിക്കാൻ. കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിലും വലിയ വഴക്കായി. ഇവരെയൊക്കെ ജയിപ്പിച്ചു വിടുക എന്നുള്ളതാണ് നിങ്ങളുടെ ആകെ ധർമ്മവും. അപ്പം നിങ്ങളാരാണ്? മനസ്സിലായില്ല? ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ശരിയല്ല? ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാരത ചരിത്രം വരെ ഏതാ ഉള്ളത്. പഠിക്കുമ്പോൾ അതിൻ്റെ ആ സ്വരൂപ അല്ലേ ഒന്ന് മാറി നിന്നിട്ട് വളരെ രസകരമായിട്ട് മാറി നോക്കുക. അപ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഒരു ശിക്ഷകന്റെ കണ്ണുകളിലൂടെ മാറി നിന്ന് ഈ ലോകത്തെ ആകെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ എത്ര വിചിത്രമാണ്. വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ എത്ര വിചിത്രമാണ്. യുവത്ത് എന്റെ പാത്രം എടുത്ത് അമ്മ എന്തിനാ അവന് ചോറ് കൊടുത്തു? അമ്മയ്ക്ക് എന്താ പറയാൻ പറ്റുക? കാരണം അമ്മയെ അവനെ വിളിച്ചുകൊണ്ടുപോയി അതേ പേരെഴുതിച്ചത്. പേരെഴുതിച്ചപ്പോൾ അമ്മയെ ഓർത്തില്ല ഇത് പരിച്ഛിന്നമായി പോകുന്നു. ശരിയല്ല? അവസാനം ഭാഗം വെക്കുമ്പോൾ അമ്മ കാശ് കൊടുത്ത് മേടിച്ച് ഇവന്റെ പേരെഴുതിയതും അവന്റെ പേരെഴുതിയതും ഒക്കെ കൂടി പെറുകി ചാക്കിനകത്ത് കിട്ടുന്ന ഒരു സമയത്തുള്ള ആ രോഷവും ദ്വേഷവും ശരിയല്ല? ഇതെല്ലാം ഒരു കാലത്ത് സ്വകാര്യ സ്വത്ത് അനുവദിച്ചിട്ടില്ലാതിരുന്ന ഭാരതത്തിലാണ് നടക്കുന്നതെന്ന് അറിയുമ്പോൾ, രാജാവിന് പോലും സ്വകാര്യ സ്വത്ത് അനുവദിച്ചിട്ടില്ലാതിരുന്നൊരു രാജ്യത്ത്, ഈ രാജ്യത്തിന്റെ പ്രത്യേകത ഏതായിരുന്നു? രാജാവിന് പോലും ഇന്ത്യയിൽ സ്വകാര്യ സ്വത്തുണ്ടായിരുന്നില്ല. ദേവനെ സ്വത്തുണ്ടായിരുന്നുള്ളൂ. താനും ഞാനും ഒക്കെ കിടക്കുന്നത് പണ്ടാരം വക പാട്ടത്തില. പണ്ടാരവക എന്നാ എഴുതുന്നത്. പണ്ടാരം വക പാട്ടക്കുടിശ്ശിക എല്ലാവന്റെയും കയ്യില്. പാട്ടപ്പറമ്പിലാ കിടക്കുന്നത്. നമ്മൾ കാര്യം നിന്റെ പാട്ടപ്പറമ്പിലൊന്നുമല്ല കിടക്കുന്നത്, തൊട്ടടുത്ത ദേവതയുടെ പാട്ടപ്പറമ്പിലാണ് എല്ലാവനും കിടക്കുന്നത്. മനസ്സിലായില്ല? അല്ലാത്ത സ്ഥലം വല്ലവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കണം. ഏത് ശ്രീരാമൻ? അതൊക്കെ റെക്കോർഡിനകത്തുണ്ടോ? പുരാണങ്ങളിൽ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ റെക്കോർഡാ പറഞ്ഞു. ആ കൈവശത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. മാത്രമല്ല മൈനറിന്റെ ഭൂമിയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഇന്ത്യയുടെ മണ്ണില് സകല ദേവതയും മൈനറാണ്. നിയമം മാറ്റാത്തിടത്തോളം കാലം ഇപ്പം ഞാൻ പറയുമ്പോൾ പോലും രേഖ ഉണ്ടെന്താ? കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പോയി. എക്സിക്യൂട്ടീവ് അതിന് അനുഗുണമായ ഒരുത്തന അവിടെ ഇരിക്കുന്നത്. നല്ലപോലെ ശിക്ഷാശാസ്ത്രം പഠിച്ച് ഒരു 510 പേരെ ഓരോ ഗ്രാമങ്ങളിലും നല്ലപോലെ ട്രെയിൻഡാക്കി ജനങ്ങളെ സേവിക്കാൻ വിട്ട്, ജനങ്ങളുടെ നിത്യനിദാന കാര്യങ്ങളിലെല്ലാം അവർ താല്പര്യവും കാണിച്ച് നല്ലപോലെ ഇടപെട്ട് ഒരു വിദേശ കമ്പനി വ്യക്തമായ ധാരണയോടുകൂടി ഒരു 540 പേരെ അല്ലെങ്കിൽ ഒരു 1080 പേരെ സുഖമായിട്ട് പറഞ്ഞുവിട്ട് നല്ല രീതിയിൽ ട്രെയിൻഡാക്കി ഓരോ നിയോജക മണ്ഡലത്തിലും, പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും അവനും, അതിന്റെ താഴെ ഓരോ നിയോജക മണ്ഡലത്തിലും വേറൊരുത്തനും, അങ്ങനെ വ്യക്തമായി നല്ല MBA ഒക്കെയുള്ള പിള്ളേര് ശക്തമായി പ്രവർത്തിച്ച്
ഇതായിട്ട് വന്നാൽ നാളെ രാവിലെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അവനൊക്കെ ജയിച്ചവിടെ വരും. 100% ഭൂരിപക്ഷത്തോടുകൂടി രാജ്യവും ഭരിക്കും. അത്രയേ ഉള്ളൂ നിങ്ങളുടെ ജനാധിപത്യം. അത് തടയാവുന്ന ഒന്നുമില്ല. ഒരു കമ്പനി വിചാരിച്ചാൽ മതി. കാശ് മുടക്കാൻ ആദ്യം കയ്യിലുള്ളവൻ കുറെ പിള്ളേരെ എടുത്ത് നല്ല MBA-കാരെ ട്രെയിൻ ചെയ്തിട്ട് ഓരോ സ്ഥലത്തും വിട്ട് കാശ് കൊടുത്തങ്ങ് പ്രവർത്തിപ്പിച്ചു. ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവും ജയിക്കുകയില്ല, ഇവൻ ജയിക്കും. അവരെല്ലാം കൂടി ഒന്നിച്ചിരുന്നിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പഴയ കേസും കോടതിയിലോട്ട് കൊണ്ട് കൊടുത്താൽ മനസ്സിലായില്ല. ഇതിനകത്ത് നോക്കാം നമ്മൾ കുടിയൊഴിഞ്ഞ് പോവുക എന്ന് നിർത്തിയുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കൊക്കെ ഉൾക്കാഴ്ചയെ നിങ്ങളുടെ ഭരണഘടനാ വിദഗ്ധന്മാർക്കൊക്കെ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ഗതികേടാണ്. വല്ലവനും തോന്നിപ്പോയെങ്കിൽ ഇത്രയുള്ളതാണ് ഇതിന്റെ കളി. അതുകൊണ്ട് സ്വകാര്യ സ്വത്ത് പോലും ഇല്ലാതിരുന്ന, നമ്മൾ തിരിച്ച് നമ്മുടെ റൂട്ടിലെത്തണം, സ്വകാര്യ സ്വത്ത് പോലും ഇല്ലാതിരുന്ന രാജ്യത്തിൽ എന്റെയാണ് നിന്റെയാണെന്ന മമത മനസ്സിലായില്ല. മമത മാത്രമാ വസ്തുത. ഇവന്റെ അച്ഛൻ പോയപ്പോ കൊണ്ടുപോയില്ല, മനസ്സിലായില്ല. ഇവന്റെ അപ്പൂപ്പൻ പോയപ്പോഴും കൊണ്ടുപോയില്ല. ഇവന്റെ അപ്പൂപ്പന്റെ അച്ഛൻ പോയപ്പോഴും കൊണ്ടുപോയില്ല. ഇനി ഇവൻ കൊണ്ടുപോവോ? അത് ചേർക്കണം. അവിടെ ഇത് പഠിക്കുന്നത്. ആ ബിന്ദുവിൽ ചേർക്കുമ്പോഴാണ് ശാന്തി കാമനയിലൂടെ കിട്ടില്ല. തന്നെത്താൻ വന്നു ചേർന്നാൽ ശാന്തി തടയുന്നുമില്ല. ഈ ഒരു തലം. അപ്പോ എവിടെയൊക്കെ പരിച്ഛിന്നനായി കാണപ്പെടുന്നു മറന്നുപോരുത്. ആ പരിച്ഛിന്നതയിലാണ് എൻ്റെ നിന്റെയൊക്കെ വരുന്നത്. അവിടെ അഭാവം ഉണ്ടാവും. ഞാനല്ല ഇതിന്റെ അധികാരി. എനിക്കും നിങ്ങൾക്കും ഈ ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾക്കും ഒന്നും ഇത്തരം ചിന്തകളൊന്നും വന്നിട്ടില്ല. നമ്മളിവിടെ സുഖമായിട്ട് കഞ്ഞിയും കുടിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. നമുക്ക് ഇലക്ഷന്റെ ദിവസങ്ങളിൽ നമ്മുടെ പ്രഷറൊന്നും കൂടുന്നില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. മറിച്ച് എത്ര പേർക്കാ പ്രഷർ കൂടുന്നത്? കാരണം ഇതിന്റെ റിസൾട്ട് ഒന്ന് വരുമ്പോഴേക്ക് എത്ര പേരാണ് ബോധം കെട്ട് വീഴാൻ പോകുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നേതാവ് പ്രതീക്ഷിക്കുന്ന പോലൊക്കെ നടക്കും. ഇപ്പോ അടിസ്ഥാന വർഗം വരെ അടിസ്ഥാനത്ത് കൊടുക്കുന്ന വർഗമാണ്. മനസ്സിലായില്ല? മുൻകൂട്ടി ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ എതിരാളിയുടെ മുഖത്ത് നോക്കി പറയുമായിരുന്നു, വോട്ടർ നിനക്ക് തരില്ല, ഞാൻ ഇന്നവർക്കേ കൊടുക്കുകയുള്ളൂ. ശരിയാണ്, അവിടെ തന്നെ കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ വരുന്ന എതിരാളിയെ അനുകൂലിയെ ഒരുപോലെ വിളിച്ച് ചായയും കൊടുത്ത് കയ്യെ പിടിച്ച് പഠിക്കുക വരെ ചെന്ന് ചേട്ടനെ തന്നെ വോട്ടർ പോയി വാ. ചേട്ടനങ്ങ് പോയി കഴിഞ്ഞാൽ അടുത്തവൻ വരുമ്പോൾ അയ്യോ പിന്നെ മുമ്പേ ചേട്ടൻ വന്നിരുന്നു കൊടുക്കാവെന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കല്ലാതെ ഞാൻ പിന്നെ അയാൾക്ക് കൊടുക്കുമോ? അയാൾ പോയി. അടുത്തവൻ രണ്ടുപേരും വന്നേച്ചു പോയുള്ളൂ, രണ്ടുപേരും എന്നെ നിർബന്ധിച്ചിട്ടുണ്ട്, കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്രമേ തരൂ. ശരിയല്ല, ശരിയല്ല. ഇത്രയും കാലത്തെ ഇലക്ഷൻ കൊണ്ട് ജനങ്ങൾക്ക് വിവരം ഉണ്ടായിട്ടുണ്ട്, നേതാക്കന്മാർക്ക് വിവരം ഉണ്ടായില്ലെങ്കിലും. മനസ്സിലായില്ല? ശരിയല്ല? നിങ്ങൾക്ക് വിവരം ഒരിക്കലും ഉണ്ടായിരുന്നോർത്താണ് ഇവരെല്ലാം കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചത്. അവസാനം നിങ്ങൾക്ക് വിവരം ഉണ്ടായി, അവന്മാരുടെ ഉള്ള വിവരം പോവുകയും. ഇതാണ് കാലഗതി. അപ്പൊ കാലഗതി നോക്കിയാൽ പരിച്ഛിന്നത ജനങ്ങൾക്ക് കുറവാണ്. എന്റെ എന്ന പരിച്ഛിന്നത എവിടെ കുറയുന്നു? ആധ്യാത്മികതയിൽ പോലും ഇത് കൂടുകയാണ്. ആധ്യാത്മികതയിൽ പോലും സമി ഇങ്ങനെയൊക്കെ ക്ലാസ് എടുത്ത് നടന്നാൽ മതിയോ? നമുക്ക് അവിടെ ഒരു ആശ്രമം കെട്ടിയുണ്ടാക്കണ്ടേ? മനസ്സിലായില്ല? ശരിയല്ല? അതിന്റെ ഭിത്തിക്കുള്ളിൽ പരിച്ഛിന്നത. ശരിയല്ല? അതിലിരുന്നു കൊണ്ട് മറ്റുള്ളവരെ കൊഞ്ഞനം കുത്താൻ. ഈ പരിച്ഛിന്നതയിലേക്കാണ് നമ്മളെല്ലാം സഞ്ചരിച്ചുകൊണ്ട്. ഇതിനാണ് പുരോഗതി എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അപരിച്ഛിന്ന സച്ചിദാനന്ദമാണ് അനുഭൂതി. അതാണ് ശാന്തി. എല്ലാ പരിച്ഛിന്നതകളെയും ഉല്ലംഘിക്കുകയാണ് ശാസ്ത്രത്തിന്റെ വഴി. എവിടെയെല്ലാം ഞാൻ പരിച്ഛിന്നനാകുന്നുവോ
അവിടെയെല്ലാം അനുഭൂതി നഷ്ടപ്പെടുന്നു, അശാന്തി ഉണ്ടാകുന്നു. അപ്പോൾ സമുദ്രത്തിലെ തരംഗമെന്ന പോലെ എപ്പോൾ ഈ സകല ജഗത്തും സമുദ്രത്തിലെ തരംഗമെന്ന പോലെ കിഴിക്കുന്നുവോ ആ സമയത്ത് സമുദ്രത്തിൽ നദികളെന്ന പോലെ വിഷയങ്ങൾ പ്രവേശിക്കുന്നു. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. അതുപോലെ അത് സമുദ്രം പോലെ, സമുദ്രത്തിൽ ഇതെല്ലാം ഏകീഭവിക്കുന്നു. ആചാര്യവര്യന്മാർ ഈ വഴിയിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളിലേക്ക് ഇതെല്ലാം വന്നു ചേരുന്നു. ഇങ്ങനെ നോക്കിക്കാണുന്നതായാൽ പരമമായ ഉപശമമുണ്ടാകുന്നു, ശാന്തി. ഇതാണ് ജീവിതാവസ്ഥയിലെ മോക്ഷം. ഇത് മാത്രമാണ് ജീവിച്ചിരിക്കെ കിട്ടുന്ന മോക്ഷം. ഇത് അനുഭവിച്ചറിയാതെ ശാന്തിയൊന്നും ഉണ്ടാവില്ല. എന്തെല്ലാം കാമങ്ങൾ എവിടെ നിന്നെല്ലാം വന്നു ചേർന്നാലും അതെല്ലാം എപ്രകാരമാണോ ഈ സമുദ്രത്തിലേക്ക് വെള്ളം വന്നു ചേരുന്നത് അതുപോലെ വന്നു ചേരുമ്പോഴും അതിനെ പരിച്ഛിന്നതയില്ലാതെ യാതൊരുവൻ അനിച്ഛാപൂർവകമോ പരേച്ഛാപൂർവകമെങ്കിലുമോ കാണുന്നു. അത് കാമകാമിക്കിട്ടില്ല. എന്നാ കാമകാമി? കാമം ഭോഗ്യ വിഷയാർത്ഥം. ഭോഗ്യമായ വിഷയാർത്ഥങ്ങളാണ് കാമം. വിഷയഭോഗാഭിലാഷം അതുള്ളവൻ സ്ഥിതപ്രജ്ഞനല്ല. അയാൾ ശാന്തിയെ അനുഭവിക്കുവാൻ യോഗ്യനുമല്ല. വിഷയാഭിലാഷം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ശാന്തിയില്ല. ഇത്തരക്കാർ ധാരാളം. വിഷയഭോഗത്തിൽ പെട്ടുകിടക്കുമ്പോഴും സ്വയം തത്വവേത്താവെന്ന് അഭിമാനിക്കുന്നു. അവിടെയാണ് നമ്മളൊക്കെ കുഴങ്ങിപ്പോകുന്നത്. ഏതെങ്കിലും വിഷയഭോഗങ്ങളിൽ നിന്ന് അല്പം പോലും മോചനം നേടാതിരിക്കുമ്പോഴും താൻ തത്വവേത്താവാണെന്ന് അവർ അഭിമാനിക്കുന്നു. ഭഗവാൻ അത്തരക്കാരെ സ്പഷ്ടമായ നിഷേധം ഇവിടെ ചെയ്യുന്നു. ന കാമകാമി. കാമമുണ്ടോ ശാന്തിയില്ല. ഈ ക്ലാസ് പോലും എടുക്കണം എന്നുള്ളതൊരു കാമമായാൽ നിങ്ങൾ ഇത്ര പേര് വേണമെന്നുണ്ടാവും. ശാന്തി പോകും. ഇവിടെ ഒന്ന് കയറുമ്പോഴേ അതൊരു ദിവസം നോക്കിയാൽ മതി. എല്ലാവരും കൂടെ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ച് സ്വാമിയാർ രാവിലെ എഴുന്നേറ്റ് ഇവിടെ വരുമ്പോഴേക്കും നിങ്ങൾ ആരും ഇല്ലാത്തൊരു ദിവസം ഉണ്ടായാൽ അപ്പം അറിയാം സ്വാമിയുടെ തനി നിറം. കമ്മിറ്റിക്കാരനൊക്കെ സമീപത്തെങ്ങാനും ഉണ്ടെങ്കിൽ മനസ്സിലായില്ല. ശരിയല്ല? ഇതൊന്നും വേണ്ട. നല്ലപോലെ സംസാരിച്ചിങ്ങ് വരുമ്പോഴത്തേക്ക് ഈ മൈക്കൊന്ന് ഓഫായാൽ മതി. ഇതൊക്കെ പറക്കുന്നതാണ്. ഓപ്പറേറ്റർ അടുക്കലെങ്ങാനും ഉണ്ടെങ്കിൽ മിക്കവാറും അവരും മിടുക്കന്മാരാണ്. അവർ ഈ തീരെ വിവരമില്ലാത്ത പയ്യന്മാരെ തന്നെ പറഞ്ഞു. അവനാകുമ്പോൾ ഇതേപ്പറ്റി വിവരമില്ലാത്തത് കൊണ്ട് സ്വാമി പറയുന്നത് എന്താണെന്ന് അവനും മനസ്സിലാവില്ല. അവർ മാറിയിരിക്കും. ഇത് കഴിഞ്ഞ് അവരുടെ ഒരു ചിരിയുണ്ട്. അതുകൊണ്ട് കാമം ചെറുത് മതി. അല്ലാതെ ഈ ലോകത്തിലെ വലിയ വിഷയകാമമൊന്നുമല്ല. ഇതും കാമം തന്നെയാണ്. മറ്റേനേക്കാളൊക്കെ ക്ലിഷ്ടമായ കാമമായി. കാരണം ഇതിനൊരു ഭക്തന്മാര് ചേർന്നിട്ട് സ്വാമിക്കുണ്ടായത് കൊണ്ട് അത് കാമമല്ല. മനസ്സിലായില്ല എന്ന് അതിന്മേൽ അങ്ങ് പെയിന്റ് അടിച്ചു കൊടുക്കും. അപ്പൊ പിന്നെ അടുത്തതിന് വിത്താവും. ഇങ്ങനെ ഞങ്ങൾ കുറെ ഭക്തന്മാരെയും ചുവന്നുകൊണ്ട് കിടക്കും. കാരണം ഇങ്ങനെ ഞങ്ങളെ പെയിന്റ് അടിക്കാൻ, ഞങ്ങൾ പെയിന്റ് അടിച്ചാൽ പോരാത്തതുകൊണ്ട്, ശാസ്ത്രം മുഴുവൻ പഠിച്ച് ഞങ്ങളടിക്കുന്ന പെയിന്റ് പോരാഞ്ഞിട്ടാണ് അവരടിക്കുമ്പോൾ പുണിഞ്ചിത്തായുടെ ആർട്ട് പോലാണ്. ഈ സ്പോഞ്ച് മുക്കി പെയിന്റ് മുഴുവൻ തൂക്കുന്ന ആർട്ടാണ്. അത് സാധാരണഗതിയിൽ ജനത്തിന് ഈ മോഡേൺ ആർട്ട് പോലെയാണ്. മനസ്സിലാവില്ല. ഇപ്പോഴത്തെ ആർട്ടെല്ലാം അങ്ങനെയല്ലേ? ശരിയല്ല? ഒരുതരം ശരിയല്ല. അതുകൊണ്ട് ആർട്ട് വലുതായിട്ട്
ഭാവന വേണമെന്ന് തന്നെ ഇല്ല. കാരണം വിശദീകരിച്ചു കൊടുക്കാൻ ഒരാളെ നിർത്തിയിട്ടുണ്ട്. ഈ ആർട്ട് വിശദീകരിക്കാൻ അടുത്തൊരുത്തനെ നിർത്തിയിട്ടുണ്ട്. ഇത് മല പോലെ അല്ല, അങ്ങനെ കാണുന്നില്ലേ? പിന്നെ ഒന്നുകൂടെ സൂക്ഷിച്ചു, ആ അങ്ങനെ ഏതാണ് ഇതിനാണല്ലോ ഈ മോഡേൺ ആർട്ട് എന്ന് പറയുന്നത് അല്ലേ? അടിയിൽ എഴുതിയും വെക്കണം, മറ്റത് നമുക്ക് മനസ്സിലാവുകയല്ലോ. ശരിയല്ല? അങ്ങനെ ഞങ്ങൾ ഒരുമാതിരി മോഡേൺ ആർട്ട് പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. അതാണ് കാലം. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. ബാക്കി ആരെയും ഭാവന ചെയ്തത്. നിങ്ങൾക്ക് എന്നെ ഭാവന ചെയ്യാൻ 100% സ്വാതന്ത്ര്യമുണ്ട്. അത് ഞാൻ നേരത്തെ തന്നിരിക്കുന്നു. ബാക്കി ആരെങ്കിലും ഭാവന ചെയ്താൽ അത് ശാപമാണ്. അതിന് ഉത്തരവാദിത്വം എനിക്കില്ല. എന്നെ നിങ്ങൾക്ക് എത്രത്തോളം വേണേൽ ഭാവന ചെയ്യാം. ഞാൻ പറയുന്ന എല്ലാ ഉദാഹരണങ്ങളും എനിക്കുള്ളതാണ്. അത് എത്ര വരെ നിങ്ങൾ ഭാവന ചെയ്താലും നിങ്ങൾക്ക് ശാപം ഉണ്ടാവില്ല. അല്ല, കാരണം എന്താ വെച്ചാൽ ഇതൊരു രസമുള്ള പണിയാണ്. പിന്നെ ഭാവന ഇല്ലെങ്കിൽ ഇതിനെ പഠിക്കും. മണ്ണാങ്കട്ട ഇത് പഠിക്കണമെങ്കിൽ ബാക്കിയുള്ളവരെ പറയുമ്പോൾ അത് പരദൂഷണമായി, അത് ശാപമുണ്ട്. നമ്മൾ രണ്ടുപേരും തമ്മിൽ പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പറയാം. അതിലൊരു രസമുണ്ട്, മനസ്സിലായില്ല? അതിലൊരു കുസൃതിയുണ്ട്, അതിലൊരു രസമുണ്ട്. അത് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് നമ്മളെ പറ്റി പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ പറ്റി ചിരിക്കുമ്പോഴാണ് നല്ല ചിരിച്ചിരിക്കാൻ പറ്റുന്നത്. വല്ലവനുമൊക്കെ പഴത്തൊലിയെ തട്ടി വീണാൽ കൃപയുണ്ടാവും. നമ്മൾ ഈ മനസ്സിലായില്ല, പോയിട്ട് അങ്ങനെ ആ പഴത്തൊലിയെ തട്ടി വീണിട്ട് നമുക്കൊന്ന് ചിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ടീച്ചറിന് മനസ്സിലായില്ല. തന്നെത്താൻ വീണാലേ ചിരിക്കാൻ പറ്റും. അല്ല, വല്ലവരും വീണിട്ട് ചിരിച്ചിട്ട് എന്ത് കാര്യം? അതിതുവരെ ആസ്വദിച്ചിട്ടില്ല. അതല്ലേ ടീച്ചറെ ഈ കുഴപ്പം. ആകെ നമുക്ക് ചിരിക്കാവുന്ന നമ്മുടെ പതനത്തിലാണ്. കേമനാണേ, ശൂരനാണേ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അവിടോട്ട് ചെന്ന് വീഴുമ്പോ അകത്തുനിന്ന് ശുംഭനാണേ. മനസ്സിലായില്ല? അത് മനസ്സിലായില്ല? അത് എന്തൊരു രസമുള്ള അകത്തെ ശബ്ദമാണ്. വല ശുംഭ. അപ്പൊ ആദ്യം ശൂരാന്നൊക്കെ വിളിച്ചിട്ട് ഏഭ്യ ശിരോമണി എന്നൊക്കെ വിളിക്കുമ്പോ മനസ്സിലായില്ല. നമ്മളെ വിളിക്കുമ്പോഴാണ് അത് ഇതുവരെ എന്നാ ഇനിയൊന്ന് ശ്രമിച്ചോ. ഇനിയൊന്ന് ശരിക്ക് ആ സമയത്താണ് നമ്മൾ വളിച്ച് നാനാവിധമായി നമ്മുടെ മുമ്പിൽ നമ്മൾ വളിച്ചൊരുമാതിരി മോഹൻലാൽ വളിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. ഇല്ല, ശരിയല്ല? അങ്ങനെ വളിക്കാറില്ല നിങ്ങൾ? ചിലപ്പോഴൊക്കെ അങ്ങനെ വളിക്കും. നമ്മൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ വളിച്ചു നിൽക്കുമ്പോൾ വേറെ ആരും കാണരുതേ എന്ന് വിചാരിക്കുന്ന ആ വളിപ്പ് അത് ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. ഇല്ല, എന്നാ പിന്നെ ജീവിതം പോയി. രണ്ട് കാര്യം, വല്ലവരെയോ നോക്കി ചിരിച്ചു പഠിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ നോക്കി ചിരിച്ചു പഠിക്കാൻ പറ്റും? അവനവനെ നോക്കി ചിരിച്ചു പഠിക്കണം. അതാണ് ഏറ്റവും നല്ല പഠിത്തം. അപ്പോഴാ വല്ലവരുമൊക്കെ രണ്ട് ചീത്ത പറഞ്ഞാലും നമുക്ക് വലിയ രസമൊന്നും പോകാതിരിക്കുന്നത്, നമ്മളും കൂടെ കൂടി ചിരിക്കാൻ പറ്റുന്നത്. മറ്റേ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള മട്ടിൽ പഠിച്ച് വന്നു കഴിഞ്ഞാൽ വല്ലവരുമൊക്കെ ചിരിക്കുമ്പോൾ നമുക്ക് അടി കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് വേറുള്ളവരൊന്നും ഊഹിച്ചേക്കരുത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി സ്വാമി പറഞ്ഞ ഉദാഹരണം വെച്ചത് ഇപ്പൊ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞേക്കരുത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി നിങ്ങൾ വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ഇരിക്കും, സഹോദരങ്ങളുടെ കൂടെ ഇരിക്കും, കൂട്ടുകാരുടെ കൂടെ ഇരിക്കും, മറ്റ് മീറ്റിങ്ങുകളിലിരിക്കും, മറ്റ് ആചാര്യന്മാരോടൊപ്പം ഇരിക്കും. അവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഈ ഉദാഹരണങ്ങൾ ഓരോന്നും ഓർമ്മ വന്നിട്ട് ഇതാണ് നമ്മൾ ഗീതയിൽ അവിടെ പഠിച്ചത് എന്ന് പറഞ്ഞ് ചൊറിയരുത്. മനസ്സിലായില്ല? അത് ശരിയായ പഠിത്തമല്ല. ഇതൊക്കെ നമ്മൾ തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിന് അവിടെ വെച്ചിത് അനുഭവിക്കണം, അവിടെ വെച്ചിത് ആസ്വദിക്കണം. അവിടം കഴിഞ്ഞാൽ ഇത് വിട്ടിട്ട് ശാസ്ത്രം മാത്രം ഓർക്കണം. ഉദാഹരണമൊക്കെ ഇവിടെ ആസ്വദിക്കാം. ക്ലിയർ? മനസ്സിലായി? 3-4 പ്രാവശ്യം പറഞ്ഞാണ്. എന്നാലും എനിക്ക് ചെറിയൊരു സംശയം. കാരണം കഴിഞ്ഞ ദിവസം എന്നെ ആരോ എറണാകുളത്ത് നിന്ന് വിളിച്ചിരുന്നു. ഏതോ വലിയ പരിപാടി എങ്ങോ നടക്കുമ്പോഴത്തേക്ക് ദേ സ്വാമി കണ്ണ് തുറക്കുന്നു, കണ്ണടയ്ക്കുന്നു. സ്വാമി പറഞ്ഞില്ലേ, സ്വാമി അവിടെ ഇരുന്നിട്ട് ധ്യാനിപ്പിച്ചിട്ട് കണ്ണടയ്ക്കും, എന്നിട്ട് പയ്യെ കണ്ണമെല്ലാം തുറക്കും എന്ന് പറഞ്ഞില്ലേ? നിങ്ങളിൽ ആരോ ഒരു വില്ലനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് സ്വാമി കാണുന്നില്ലേ, ഇപ്പൊ നോക്കിക്കോ, ഇപ്പതേ അവിടെ കണ്ണടയ്ക്കുകയാണ്, കണ്ണ് തുറക്കുക. നിങ്ങൾ ആരോപിക്കുവാൻ നോക്കിയിരുന്നാണ്, അങ്ങനെ നോക്കിയിരിക്കരുത്. അതിനാ ഇത് പറഞ്ഞത്.
നോക്കിയിട്ട് എന്നെ വിളിക്കാതിരിക്കരുതെന്നല്ല പറഞ്ഞേ, മനസ്സിലായി? ഇനി ചിലര് ഇത് കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇനി വിളിച്ച് പറയുകയില്ല, മനസ്സിലായി? അതല്ല, നോക്കിയിരിക്കരുത്. ശാസ്ത്രം ശാസ്ത്രമായി തന്നെ പഠിക്കണം. അപ്പോൾ കാമമെല്ലാം ഭോഗ്യവിഷയാർത്ഥമാണ്. സിദ്ധേനേച്ഛ അസിദ്ധേഹിച്ഛ ഭവതി എന്നാണ് അതിന് പ്രമാണം, ന്യായ സിദ്ധാന്ത പ്രകാരം. വസ്തു ആർ പ്രാപിക്കുന്നുവോ ഇച്ഛയില്ലാതാവുന്നു. സിദ്ധ അനിച്ഛ, വസ്തുവിനെ പ്രാപിച്ചാൽ പിന്നെ ഇച്ഛയില്ല, അവിടം വരെയുള്ള ഇച്ഛ. അതാണ് ഇതിന്റെ വൈചിത്ര്യം. ഏറ്റവും കൂടുതൽ കാമിച്ചാഗ്രഹിച്ച് പ്രയത്നിച്ച് കയ്യിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വില പോയി, പിന്നെ അതിന്റെ വില പോയി. നിങ്ങളുടെ സാരിയും സാധനമൊക്കെ നോക്കി അറിയാം. കാരണം ഇതൊക്കെ വലിയ വെള്ളം ഉണ്ടാക്കി മേടിച്ചിട്ട് അത് വളരെ സങ്കടമാണ്. 3 ദിവസവും മറ്റൊക്കെ പട്ടിണി കിടന്ന്, 3 ദിവസവും മറ്റൊക്കെ സമരം ചെയ്ത്, 3 ദിവസം ഭർത്താവിനോട് മിണ്ടാതെ, 3 ദിവസം അയാൾക്ക് ഇഷ്ടപ്പെട്ട അവിയൽ വെച്ചു കൊടുക്കാതെ, അവസാനം അയാൾ ബ്ലേഡിൽ നിന്ന് കാശ് എടുത്ത് മേടിച്ചുകൊണ്ടുവന്ന സാരി ഒറ്റ പ്രാവശ്യം ഉടുത്തു കഴിഞ്ഞിട്ട് അത് ആ സോഫയിലിട്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ, മനസ്സിലായില്ല, ആ കുളിമുറിയുടെ വാതിലിൽ ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന കാണുമ്പോൾ അയാൾക്ക് തന്നെ സങ്കടം വരുന്നുണ്ടാവും. ശരിയല്ല? ശരിയല്ല? ഇത്രയും വഴക്കുണ്ടാക്കി മേടിച്ചതിന് അതിലും രസമുണ്ട്. നിങ്ങളുടെ മക്കൾ തന്നെയാണ്. അവർ പോകുന്ന വഴിക്ക് അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി കിടന്നുരുണ്ട്, നല്ല വസ്ത്രമൊക്കെയാണ്, മണ്ണിൽ കിടന്നുരുണ്ട് പെരണ്ട് കരഞ്ഞ് നിലവിളിച്ച് അവസാനം ഒരു കളിപ്പാട്ടവും മേടിച്ച് വീട്ടിൽ വന്ന് അതെടുത്തൊരു കല്ലേ വെച്ച് വേറൊരു കല്ലിന് ഒറ്റയായി. ശരിയല്ല? ഇത് കണ്ടിട്ടില്ല? ചിലയിടത്തൊക്കെ ചെന്ന് ഞങ്ങൾ ഇരിക്കുമ്പം ഉടനെ തന്നെ അച്ഛൻ കാറെടുത്തു, ഉടനെ തന്നെ അപ്പൂപ്പൻ ബാങ്കിൽ നിന്ന് ചെക്കെടുത്തു, ഇതെല്ലാമായിട്ട് ഓടിപ്പോയി ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുത്ത് കാറിൽ വിജയശ്രീലാളിതനായിട്ട് ഇങ്ങോട്ട് വന്ന് നേരെ ഈ സാധനം ആ മേശപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ആ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ മുമ്പിൽ വെച്ചൊരു ചുറ്റിയെടുത്തൊരൊറ്റയടി. രസമില്ല? ഇത്രയും അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കണ്ടിട്ട് പോലും ഈ ശാസ്ത്രം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിത് അനുഭവിക്കാൻ പോയിട്ട് എന്താ കാര്യം? ചോദ്യം മനസ്സിലായില്ല? അപ്പൊ ശാസ്ത്രം പഠിക്കുമ്പോൾ ഈ അനുഭവമാണ് പഠിക്കുന്നത്. അപ്പൊ ന്യായ സിദ്ധാന്ത പ്രകാരം സിദ്ധേ അനിച്ഛ, സിദ്ധന് അനിച്ഛ. എപ്പോൾ വരെ വസ്തു അപ്രാപ്തമാകുന്നു, അസിദ്ധിയിലിരിക്കുന്നുവോ അപ്പോൾ വരെ ഇച്ഛ. തത്വവേത്താവ് ശ്രുതിപ്രകാരം ആപ്തകാമനാണ്, അതുകൊണ്ട് ഇച്ഛയില്ല. നല്ലപോലെ പഠിച്ചുറച്ചാൽ ആപ്തകാമനായി സിദ്ധി വന്നു. സിദ്ധൻ എന്ന് പറഞ്ഞാൽ സിദ്ധിച്ചവൻ. എന്തു സിദ്ധിച്ചു? ഏതൊന്ന് അറിഞ്ഞാൽ എല്ലാം അറിയുമോ അത് സിദ്ധിച്ചു. ഏതൊന്നുകൊണ്ട് എല്ലാം ലഭിക്കുമോ അത് സിദ്ധിച്ചു. ഏതൊന്നുകൊണ്ട് എല്ലാം അനുഭവിക്കുമോ അത് സിദ്ധിച്ചു. ഏതൊന്നുകൊണ്ട് എല്ലാം കേൾക്കുമോ അത് സിദ്ധിച്ചു. മനസ്സിലായില്ല? അങ്ങനെ സിദ്ധിച്ചു എങ്കിൽ, അങ്ങനെ എല്ലാം സിദ്ധിച്ച് ആപ്തകാമനായവൻ അവന്റെ കയ്യിലിരിക്കുന്നത് കൊടുത്ത് 5 പൈസയ്ക്ക് ആഗ്രഹിക്കുമോ? ചോദ്യം മനസ്സിലായില്ല? വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതാ ഇതെല്ലാം കൂടെ. ദക്ഷിണ 50 രൂപ. നേരിട്ട് നിർമ്മലാനന്ദഗിരി പറഞ്ഞാൽ മോശം. അതുകൊണ്ട് സെക്രട്ടറി രവി പയ്യെ വന്നിട്ട് ചെവിയിൽ സ്വാമി വേണ്ടെന്നൊക്കെ പറയും. മനസ്സിലായില്ല? നിങ്ങൾ അവനെ നോക്കാൻ, ഞാൻ ആ രവിയല്ല പറഞ്ഞു, മോളിലെ രവിയാ പറഞ്ഞു. സ്വാമി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മളാണ് ചെയ്യേണ്ടത്, അറിഞ്ഞ്. ആപ്തകാമതയിൽ മനുഷ്യൻ എത്തിയാൽ ഒന്നിനും ആഗ്രഹം ഉണ്ടാവരുത്, ഇല്ല. അതാണ് സിദ്ധി. അതുകൊണ്ട് സിദ്ധന് കാമമില്ല. ആരായിരുന്നാലും
നിങ്ങളായാലും ഞാനായാലും. അസിദ്ധന് കാമമുണ്ട്. തിരിച്ചും കാമമുണ്ടോ അസിദ്ധനാണ്. സിദ്ധനല്ല. ഈ ഒരു തലം നല്ലപോലെ അറിഞ്ഞാൽ ശാസ്ത്രമായി. ആ നിലയിലാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന് ശ്രുതിപ്രകാരം ആപ്തകാമനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രാപ്തവ്യമായ ഒന്നുമില്ല. അദ്ദേഹത്തിന് ഈ ജഗത്താകെ പരികൽപ്പിതമാണ്. അതും തൻ്റെ ബോധത്തിൽ പരികൽപ്പിതമാണ്. അതുകൊണ്ട് ഇനി എന്താണ് പ്രാപ്തമാവാനുള്ളത്? ഒന്നും പ്രാപ്തമാവാനില്ല. യസ്യ പ്രസാദാത് മഹതമേവ സർവം പരികൽപ്പിതം ച. വ്യാപക അനന്ത വിഷ്ണു സ്വരൂപം. എന്നിൽ സകല ജഗത്തും ജലബുദ്ബുദമെന്ന പോലെ കൽപ്പിതം. എല്ലാ ജഗത്തും എന്നിൽ കൽപ്പിതം എന്നിങ്ങനെയുള്ള ജ്ഞാനം കൈവരുന്നതോടെ ആ തത്വവേത്താവ് ആപ്തകാമനായിത്തീരുന്നു. അപ്പോൾ അയാളുടെ മനസ്സിൽ കാമന എവിടെ നിന്ന് വരുന്നു? പൂർണ്ണനാകുന്നതോടെ കാമനയില്ല. കാമസ്യാപ്തിം ജഗതപ്രതിഷ്ഠാം, ഇങ്ങനെ ഉപനിഷത്തിൽ പറയുന്നു. അതായത് കാമകാമി സ്ഥിതപ്രജ്ഞനല്ല, അയാൾ ശാന്തിയെ നേടുന്നില്ല. ന കാമകാമി എന്നിങ്ങനെ ഭഗവാൻ സൂചിപ്പിക്കുന്നു. സ്വാന്തം ഹൃദയം ആകെ പരിശോധിക്കുക. അവിടെ വിഷയകാമനയുണ്ടോ ഇല്ലയോ? അങ്ങനെയുണ്ടെങ്കിൽ സ്വയം സ്ഥിതപ്രജ്ഞനെന്ന് നടിക്കുവാൻ സാഹസം കാണിക്കാതിരിക്കുക. കാമം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥിതപ്രജ്ഞനാണെന്ന് നടിക്കരുത്. ഒരിക്കലും അവിടെ എത്തില്ല. കാമമുണ്ട് എന്ന് തിരിച്ചറിയുക. അത് നമ്മുടെ ഉപാസനാപൂർവകമായ വളർച്ചയെ തടയും. ഉള്ള കാമം പോകാൻ തടസ്സവും. അപ്പോൾ വിഷയകാമന അനുസരിച്ചാണെന്ന് മനസ്സിലാക്കുക. അശോച്യാനന്വശോച, ശ്രവണ മനന നിധിധ്യാസനം കൊണ്ട് അനുഭവം, അതായത് ജീവൻ മുക്തി അത് ലഭ്യമല്ല. അത് ലഭിക്കുന്നതിന് പുരുഷതന്ത്ര പ്രധാനമായ സാധനകൾ അനിവാര്യമാണ്. അവിടെ കാമന പോകുന്നതുവരെ സാധന ചെയ്യുക. ഇത്രയും സംഗതമായാണ് ഈ ശ്ലോകം ന കാമകാമി എന്ന് സ്പഷ്ടമായി പറഞ്ഞു.